ഡാർക്ക് ടോൺ അല്ലെങ്കിൽ ഡാർക്ക് ടോൺ ഉള്ള വൈറ്റനിങ് ക്രീം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? അങ്ങനത്തെ ക്രീംസ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഇവിടെ ആഫ്രിക്കൻസ് ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവും? കാരണം ഇവർക്കൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തൂടെ? ശരിക്കും അങ്ങനെ ഒരു ഫെയർനെസ്, കംപ്ലീറ്റ് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരാളെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല. IV ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ്സ് ആണെങ്കിലും, IV എടുക്കുമ്പോഴും അതിന്റെ കൂടെ സപ്ലിമെന്റ്സ് വേണം. പിന്നെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നാണെങ്കിൽ കുറെ സെക്ഷൻസ് ട്രീറ്റ്മെന്റ്സ് എടുക്കണം. നമ്മുടെ ഈ ഇവിടുത്തെ റിസ്റ്റിന്റെ കളർ ഉണ്ടല്ലോ, ആ കളറാണ് നമുക്ക് IV എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം വരുത്തുള്ളൂ. പൊതുവെ പബ്ലിക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പൊ പല പാർലേഴ്സും സലൂണുകളിലും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകള് ഈ നാച്ചുറോപ്പതി കഴിഞ്ഞ ആൾക്കാർ, അവരൊന്നും ബോഡിയെ കുറിച്ച് പഠിക്കുന്ന പോലുമില്ല, ഒരു അനാറ്റമി പോലും പഠിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ അവരിതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു IV ഗ്ലൂട്ട ഇടാനാണെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാനാണെങ്കിലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർക്കേ പറ്റുള്ളൂ. റീസെൻ്റ്ലി ഒരു കുട്ടി ഇതുപോലെ വന്നു. ആ കുട്ടി ഒരു സലൂണിൽ പോയിട്ട് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തതാണ്. അപ്പൊ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തത് 600 റുപ്പീസിന്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി എങ്ങനെ ഹൈഡ്രാ ഫേഷ്യൽ 600 റുപ്പീസ്? മോൾക്കതൊന്ന് ആലോചിച്ചുകൂടെ, എങ്ങനെയാണ് ഹൈഡ്രാ ഫേഷ്യൽ 600 റുപ്പീസിന്? അപ്പൊ ആ കുട്ടി ആ ലാഭം നോക്കിയിട്ട് പോയി ചെയ്തു. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് അവര് ഒരു ചെറിയൊരു ഡപ്പയില് ഒരു ക്രീം കൊടുത്തു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഇത് ഒരു 3 months അപ്ലൈ ചെയ്താൽ വെളുക്കും എന്ന് പറഞ്ഞു. ആ കുട്ടി അത് തേച്ചു. ഒരു 1 month കഴിഞ്ഞപ്പോഴേക്കും ആള് കുറച്ചൊന്ന് ഗ്ലോ ഒക്കെ വെച്ചു. അപ്പൊ ആൾക്ക് സന്തോഷമായി. രണ്ടാമത്തെ മാസമായപ്പോഴേക്കും കുറച്ച് റാഷസും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പിഗ്മെന്റേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെയും അത് ശരിയാവും എന്നുള്ള രീതിയിൽ ആ കുട്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു 3-4 months അത് അപ്ലൈ ചെയ്തു. 4ാമത്തെ മാസമൊക്കെ ആയപ്പോഴേക്കും ആള് കംപ്ലീറ്റ്ലി ഡാർക്കായി. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ ബ്രാൻഡ്. ഇതെന്റെ കൂടെയുള്ളത് എ വെരി സക്സസ്ഫുൾ മെഡിക്കൽ ഓൺട്രപ്രണർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്കിൻ ലൈഫ്, ഡോക്ടർ ഗീതു ടെല്ലസ്. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ബിഹൈൻഡ് ദ ബ്രാൻഡ്. താങ്ക് യു. അപ്പൊ സ്കിൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഭയങ്കര വാസ്റ്റ് ആണ്. എത്ര പഠിച്ചാലും അല്ലെങ്കിൽ എത്ര നമ്മൾ സംരക്ഷിക്കാൻ നോക്കിയാലും നമുക്ക് തൃപ്തി വരാത്ത ഒരു ശരീരത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് സ്കിന്നാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണോ സ്കിൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടിയത്? അതെ, കാരണം ചെറുപ്പം മുതലേ പൊതുവെ ഞാൻ വളരെ ഒരു സ്കിന്നൊക്കെ കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്, ബ്യൂട്ടി കോൺഷ്യസ് ആണ് പൊതുവെ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു 8 years ആയിട്ട് ഞാനൊരു ഹോസ്പിറ്റല്, ഒരു രാജഗിരി എന്ന് പറയുന്ന ഫേമസ് ഹോസ്പിറ്റലാണ്, അവിടെ സർജിക്കൽ ICU മെഡിക്കൽ ഓഫീസർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അതിന്റെ ഇടയിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലിനിക്സിലൊക്കെ പോയിട്ട് ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ എനിക്ക് തോന്നി, നമ്മൾ പല ക്ലിനിക്സിൽ പോകുമ്പോഴും അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതല്ല. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് എല്ലാവർക്കും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും വന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഞങ്ങളുടെ സ്കിൻ ലൈഫ് ക്ലിനിക്കിന്റെ ബിഗിനിങ് എന്ന് വേണേൽ പറയാം. ഓക്കെ, അഫോർഡബിൾ അല്ലേ, എല്ലാവർക്കും ചെയ്യാം. ആ സത്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അയ്യോ സ്കിന്നിന് തൊട്ടാ കാശ് പോണതേ അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറിനെ കാണിച്ചാൽ മിക്കവരും പറയുന്നത് സ്കിന്നിന് നമ്മൾ എന്തെങ്കിലും തൊട്ട് ഭയങ്കര എക്സ്പെൻസീവ് എന്നുള്ള വേർഡ് കാരണം പലരും അവരുടെ പല ഇഷ്ടങ്ങളും മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ സ്കിൻ ലൈഫിൽ വന്ന ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്ന കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ ഇപ്പൊ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഇപ്പൊ ഹെയർ ഫോളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ സാധാരണ എല്ലാവർക്കും തന്നെ ചെയ്യാൻ ആവശ്യമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ചെയ്തു കൊടുക്കുന്നത്. കാരണം എല്ലാവരും വന്ന് ചെയ്തോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ സ്കിൻ ലൈഫിന്റെ ഒരു നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു കൺസെപ്റ്റ് ആണ്. ഇങ്ങനെയുള്ള കുഞ്ഞു ട്രീറ്റ്മെന്റ്സ്, അതായത് എന്നാൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, മാമിന് എപ്പോ തൊട്ടാണ് എനിക്കൊരു ഡോക്ടർ ആവണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഏത് ഏജിലാണ് തുടങ്ങിയൊക്കെ? നമ്മൾ LKG UKG പോലെ നമ്മൾ ഡോക്ടർ ആവണം എന്നൊക്കെ സെറ്റ് ആക്കും. LKG UKG ഞാൻ ചെറുപ്പം മുതലേ ലിപ്സ്റ്റിക് ഉപയോഗിക്കുകയും നെയിൽ പോളിഷ് ഇടുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് അന്നൊക്കെ എനിക്ക് ഫിലിം സ്റ്റാർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ
പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 10th ആയപ്പോഴാണ് എനിക്ക് ഡോക്ടർ ആവണമെന്ന് തോന്നിയത്. പിന്നെ ഓക്കെ. എനിക്ക് ഗൈനക്കോളജിസ്റ്റ് ആവണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ആഗ്രഹം. ഓക്കെ. ഗൈനക്കോളജിയിലേക്ക് തിരിയാൻ പറ്റിയില്ല. കാരണം നമ്മൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി ഗൈനക്കോളജി കുറച്ച് തലവേദനയുള്ള പരിപാടിയാണ്. തലവേദനയോളം. ഓക്കെ. 24 hours നമ്മൾ പോകേണ്ടി വരും. പിന്നെ എന്തോ എനിക്ക് ഈ കോസ്മെറ്റിക്കിലോട്ട് തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് നാൾ ഞാൻ പറഞ്ഞല്ലോ വർക്ക് ഓക്കെ. ചെയ്തിരുന്ന സമയത്താണെങ്കിലും ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ഇതിനകത്തേക്ക് എന്തുകൊണ്ട് തിരിഞ്ഞുകൂടാ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ കോസ്മെറ്റോളജി വിഭാഗത്തിലേക്ക് പഠിക്കുന്നത്, അതിനകത്തേക്ക് പഠിക്കുന്നത്. ഓക്കെ. പോരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ 10+ അല്ലെങ്കിൽ 5+ ഇയേഴ്സ് ആയിട്ടാണ് സ്കിന്നിന്റെ ഈ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ആൾക്കാരുടെ ശ്രദ്ധ അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിന് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുന്നത് ഒരു 10+ ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഇപ്പൊ മാമിന്റെ ഒക്കെ ആ ഒരു പഠിക്കുന്ന സമയത്തൊക്കെ ഗൈനിക്ക് കാർഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നതിന് അങ്ങനെ ആ സമയത്ത് എന്താ മാം ഒരു അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ആ ഒരു തോട്ട് എങ്ങനെയാ വന്നേ? ആം, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് സ്കിന്നിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എന്താ പറയാ, എൻ്റെയൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ സ്കിൻ അത്രയും പോപ്പുലർ അല്ല. അല്ല അല്ല. കാരണം അത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ സോറിയാസിസ് പോലത്തെ, അല്ലാതെ ഇങ്ങനത്തെ ഒരു കോസ്മെറ്റോളജി എന്ന് പറഞ്ഞൊരു വിഭാഗം ഞാൻ പഠിക്കുന്ന സമയത്ത് അത്ര ഫെമിലിയർ അല്ല. അല്ല. ഓക്കെ. വളരെ ചുരുക്കമായിട്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയാ, ഈ ഹിന്ദി ഫിലിം സ്റ്റാർസ് ഒക്കെ എനിക്ക് തോന്നുന്നു അന്ന സമയത്തൊക്കെ അവരൊക്കെ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ്. അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നത്, ഇങ്ങനെ കേൾക്കുന്നത്. കോസ്മെറ്റോളജി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിനുശേഷം അത് അത്രയും ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ അന്ന് അത്രയും അതിനെക്കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നത്. മനസ്സിലായി. മേ ബി ആഫ്റ്റർ ഒരു 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 8-10 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഭയങ്കര ഫെമിലിയർ ആയി തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒക്കെ എല്ലാവരും എസ്പെഷ്യലി ടീനേജേഴ്സ് അതെ. കൂടുതലും ഈ വളരെ കോൺഷ്യസ് അതെ ആണ്. അതെ അതെ അവര് അവരുടെ സ്കിന്ന് അവര് ഈ പറയുന്ന 3 സ്റ്റെപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന അതെ. കുട്ടികളാണ്. സത്യം. അതുകൊണ്ട് അവരുടെ സ്കിന്നെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ്. മിക്കവരും ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കുട്ടികളാണെങ്കിലും ഭയങ്കര കോൺഷ്യസ് ആണ്. അവരൊക്കെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഒരു കുഞ്ഞ് ആക്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഹെയർ ഫോൾ ഒക്കെ ജസ്റ്റ് അതൊരു ടീനേജിന്റെ ഒരു ഇഷ്യൂസ് ആണ്, ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടുള്ള ഹെയർ ഫോൾ ഒക്കെ ആയിരിക്കും. പക്ഷെ അവർ ഭയങ്കര കോൺഷ്യസ് ആണ്. ഓക്കെ. അപ്പൊ ഇപ്പോഴാണ് അത് കൂടുതലായിട്ട് ഇങ്ങനെ ട്രെൻഡായിട്ട് വന്നത്, ഈ ഒരു കോസ്മെറ്റോളജി എന്നുള്ളൊരു വിഭാഗം. ഓക്കെ. സ്കിന്നിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ പണ്ട് തുടങ്ങിയുണ്ട്, സ്കിന്നുണ്ട്. പക്ഷെ അതെ അത് അതെ. നമ്മൾ പൊതുവെ കാണുന്നത് എന്താ, അലർജിക് ഇഷ്യൂസ്. അലർജിക് അതെ അതെ ഇഷ്യൂസ് അതെ. അല്ലെങ്കിൽ ഒരു സോറിയാസിസ് അതെ അതെ അല്ലെങ്കിൽ അതെ. ഇങ്ങനെ നമുക്ക് ഇൻസെക്ട് ബൈറ്റ്. വിറ്റിലിഗോ പോലത്തെ അതെ. അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്കിൻ അതെ ഡോക്ടറുകളെ അതെ കാണുന്നത്. അതെ സത്യം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫീൽഡ് ഇപ്പോഴാണ് കൂടുതൽ, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഒരു 5 ഇയേഴ്സിലാണ് ഭയങ്കര ഫെമിലിയർ ആയിട്ട് വരാൻ തുടങ്ങിയതും അതെ. എല്ലാവരും ഇതിനകത്തേക്ക് വരാൻ തുടങ്ങിയത്. അതെ അതെ അതെ. പക്ഷെ ഈ ഒരു കാലത്ത് ഇപ്പൊ കുറേ പേര് പോയി ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി പെടുന്നവരുണ്ട്. ലൈക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് ആണോ സോഷ്യൽ മീഡിയസ് ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പലരും റോങ് പ്ലേസിൽ പോയി പെടാറുമുണ്ട്. അതിന്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ. അതെങ്ങനെയാ മാം ശ്രദ്ധിക്കേണ്ടത്? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു IV ഗ്ലൂട്ട് ഇടാനാണെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാനാണെങ്കിലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർക്കേ പറ്റുള്ളൂ. അതായത് ഓക്കെ. ഒരു MBBS കഴിയുമ്പോൾ നമ്മൾ MBBSൽ യൂഷ്വലി എല്ലാ വിഭാഗവും പഠിക്കുന്നുണ്ട്. ഓക്കെ. ഒരു ബേസിക് ലെവലിൽ എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഇന്റേൺഷിപ്പ്, പിന്നെ ആഫ്റ്റർ ദാറ്റ് ഒരു ഡോക്ടർക്കുള്ള എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഓക്കെ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ സർജിക്കൽ ICUവിൽ 8 വർഷം വർക്ക് ചെയ്ത ആളാണ്. ഓക്കെ. എൻ്റെ മുമ്പിൽ ഒരാൾ ക്രിട്ടിക്കൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു എമർജൻസി കെയർ കൊടുക്കാനായിട്ട് ഉറപ്പായിട്ടും എനിക്കറിയാം. അറിയാം. അപ്പം നമ്മുടെ ക്ലിനിക്കിൻ്റെ അകത്ത് വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അനാഫിലാസിസ് എന്നൊക്കെ പറയും, നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ കയറ്റുമ്പോൾ അലർജി വരുന്നത് സഡൻലി ഓക്കെ. ചിലപ്പോൾ ഷോക്കിലേക്കൊക്കെ പോവാം. അപ്പം ഓക്കെ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന ഒരു ക്ലിനിക്കിലായിരിക്കില്ല നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ഓക്കെ. പൊതുവേ പബ്ലിക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ പല പാർലേഴ്സും അതെ. സലൂണുകളിലും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, IV. IV ഇടുന്നുണ്ട്. യെസ് യെസ്. ചില ആളുകൾ ഈ നാച്ചുറോപ്പതി കഴിഞ്ഞ ആൾക്കാർ അവരൊന്നും ബോഡിയെക്കുറിച്ച് പഠിക്കുന്നു പോലുമില്ല, ഒരു അനാറ്റമി പോലും പഠിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ ഓക്കെ. അവരിതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോൾ IV ഇടാനും ഈ ലേസറും ഒക്കെ, ഇത് ലേസറിന്റെ മിഷൻ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും, ഇന്ന പാരാമീറ്ററിൽ ഇന്ന ഇട്ടാൽ മതി. ഓക്കെ. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു 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 സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഇതിന് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. അത്രേ ഉള്ളൂ. അത് മാനേജ് ചെയ്യാൻ അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ
നമ്മൾ കഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ടു. അപ്പൊ അതും മാക്സിമം നമ്മൾ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ സലൂൺസിന്റെ കാര്യം പറയുമ്പോൾ കമ്പാരറ്റീവ്ലി ഒരു സ്കിൻ ക്ലിനിക്കിനെ വെച്ച് നോക്കുമ്പോൾ സലൂൺസിൽ ഭയങ്കര റേറ്റ് കുറവായിരിക്കും. അതെ. അപ്പൊ എല്ലാവരും റേറ്റ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. വെച്ചാൽ എനിക്ക് തോന്നുന്നു സാധാരണക്കാരുടെ ആൾക്കാർ ക്വാളിറ്റിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു റേറ്റ് കമ്പാരിസൺ വരും. ഇപ്പൊ സലൂണിൽ കുറച്ച് റേറ്റ് കുറവാണെങ്കിൽ രണ്ടിടത്ത് ഒരേ രീതിയിലാണെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അത് എപ്പോഴെങ്കിലും മാറ്റണം എന്ന് മാം എല്ലാവരോടും പറയാറുണ്ടല്ലോ. വരുന്ന പേഷ്യൻസിനോട് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ബോധേഡ് ആവണം എന്ന് പറയാറുണ്ടോ? ഞാൻ പറയാറുണ്ട്. കാരണം എനിക്ക് തന്നെ എൻ്റെ ഇപ്പോൾ ഒ പിയിൽ ഒത്തിരി പേര് അങ്ങനെ വരാറുണ്ട്. എന്നിട്ട് ഓക്കെ. പറയും ഞാൻ അവിടെ പോയിട്ട് അത് ചെയ്തു, ഇവിടെ പോയിട്ട് ഇത് ചെയ്തു. ഓക്കെ. ചില ഇപ്പം എനിക്കൊരു റീസെൻ്റ്ലി ഒരു കുട്ടി ഇതുപോലെ വന്നു. ആ കുട്ടി ഒരു സലൂണിൽ പോയിട്ട് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തത് 600 റുപ്പീസിന്. ഞാൻ ഓക്കെ. ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി എങ്ങനെ ഹൈഡ്രാ ഫേഷ്യൽ 600 റുപ്പീസ്? മോൾക്കതൊന്ന് ആലോചിച്ചുകൂടെ, എങ്ങനെയാണ് ഹൈഡ്രാ ഫേഷ്യൽ 600 റുപ്പീസിന്? ഇപ്പം നമ്മൾ നോർമൽ ഒരു നല്ലൊരു പാർലറിൽ ഒരു സലൂണിൽ പോയിട്ട് നമ്മളൊരു ക്ലീനപ്പ് ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും മിനിമം 2000 റുപ്പീസ് അതെ വേണം. അതെ അതെ അപ്പൊ ആ കുട്ടി ആ ലാഭം നോക്കിയിട്ട് പോയി ചെയ്തു. ചെയ്തു. ഓക്കെ. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് അവര് ഒരു ഒരു ചെറിയൊരു ഡപ്പയില് ഒരു ക്രീം കൊടുത്തു. ഓക്കെ. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ഇത് ഒരു 3 മന്ത്സ് അപ്ലൈ ചെയ്താൽ വെളുക്കും എന്ന് പറഞ്ഞു. ഓക്കെ. ഇതൊരു ചെറിയ കുട്ടിയാണ്, ഒരു 19-20 വയസ്സേ ഉള്ളൂ കേട്ടോ. അവിടെ എവിടെയോ ഒരു പാർലറിൽ എവിടെയോ വർക്ക് ചെയ്യുന്നതാണ് കുട്ടി. ഓക്കെ. എന്നിട്ട് ഈ കുട്ടി ക്രീം തേച്ചു തുടങ്ങി. അപ്പൊ ഇതിനകത്ത് ലേബലില്ല, ഒന്നുമില്ല, എന്താണ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ട്യൂബിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്രീം. ക്രീം. ആ ഓക്കെ. കുട്ടി അത് തേച്ചു. ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും ആള് കുറച്ചൊന്ന് ഗ്ലോ ഒക്കെ വെച്ചു. അപ്പൊ ആൾക്ക് സന്തോഷമായി. രണ്ടാമത്തെ മാസമായപ്പോഴേക്കും കുറച്ച് റാഷസും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പിഗ്മെന്റേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഓക്കെ. അപ്പോഴേക്കും പിന്നെയും അത് ശരിയാവും എന്നുള്ള രീതിയിൽ ആ കുട്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു 3-4 മന്ത്സ് അത് അപ്ലൈ ചെയ്തു. 4-ാമത്തെ മാസമായപ്പോഴേക്കും അപ്പൊ ഈ ക്രീം തീർന്നു, രണ്ടാമതും വാങ്ങിച്ചു. എന്നിട്ട് 4-ാമത്തെ മാസമൊക്കെ ആയപ്പോഴേക്കും ആള് കംപ്ലീറ്റ്ലി ഡാർക്കായി. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോക്ക് നേരത്തെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടറെ, ഞാൻ ഫോട്ടോ കാണിച്ചു തരാന്ന് പറഞ്ഞു എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു അതായത് ഇവിടത്തെ കൈയുടെയൊക്കെ എന്താണോ കളർ ആ സെയിം ഫേസ് ഉള്ള കുട്ടി. ഓക്കെ. അത് ഇപ്പൊ കംപ്ലീറ്റ്ലി മാറി. എന്നിട്ട് ഈ കുട്ടി ഡെപ്പകളൊക്കെ കൂടി പറക്കി ആ ഒരു ക്ലിനിക് അല്ല, ഒരു സലൂണായിരുന്നു. അവിടെ ചെന്നപ്പോ ആ സലൂണേ പൂട്ടിപ്പോയി. അപ്പൊ ഇതെന്താണ് അപ്ലൈ ചെയ്തെന്ന് ഈ കുട്ടിക്കും അറിഞ്ഞൂടാ. ഈ ഡെപ്പ ഒരു പ്ലെയിൻ ഡെപ്പയാണ്. അപ്പൊ എന്തോ സ്റ്റിറോയിഡോ എന്തോ ഹൈഡ്രോക്വിനോൻ പോലത്തെ കണ്ടൻസ് ഒക്കെ ഉള്ള എന്തോ ഒരു സംഭവം ആയിരുന്നു. എന്താന്ന് നമുക്കും അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് വന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു 3 മാസം അപ്ലൈ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ 3 വർഷം ട്രീറ്റ് ചെയ്യേണ്ട വരും നമുക്ക്. അതും ഇത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി അത് റിവേഴ്സ് ആവത്തുമില്ല. കാരണം ചേഞ്ചസ് സ്റ്റിറോയിഡിന്റെ ആപ്ലിക്കേഷൻ ലോങ് ടൈം ആപ്ലിക്കേഷൻ വന്നാൽ അത് മാറാൻ ഭയങ്കര പാടാണ്. പിന്നെ മാം ഇപ്പൊ ഞാനായാലും സ്കിൻ കെയർ അല്ലെങ്കിൽ ഇപ്പൊ മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്കിൻ കെയറിലേക്ക്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള മറ്റ് മെയിൽസ് അല്ലെങ്കിൽ ബോയ്സ് ഒക്കെ ചോദിക്കും, നിങ്ങൾ എന്തിന് ഇത്രയും വലിച്ചു, ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾക്ക് എന്ത് നല്ല ഇതാണ്, സ്കിൻ പ്രോബ്ലംസ് ഇല്ല, അങ്ങനെയില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ അമ്മച്ചിമാരും അമ്മമാരൊക്കെ പറയും, ദൈവം തന്നേക്കുന്ന ഒരു സൗന്ദര്യം ഇല്ലേ, ഈ ദൈവം തന്നേക്കുന്ന ഒരു സൗന്ദര്യം ഇല്ലേ, അതിലേക്ക് എന്തിനാ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണേന്ന് നമ്മൾ മിക്ക പെൺകുട്ടികളും ഒരു വട്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് മാമിന് എന്താ പറയാനുള്ളത്? ദൈവം തന്ന സൗന്ദര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു വീട് നമ്മൾ ഉണ്ടാക്കി, ആ വീട് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഒരു 5 ഇയേഴ്സ് കൂടുമ്പോൾ അത് പെയിന്റ് ചെയ്യണം. പിന്നെ അത് ചിലപ്പോൾ മാർബിളിന്റെ പോളിഷിങ് പോയി അത് റീപോളിഷ് ചെയ്യണം. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലേ, ഒരു മെയിൻ്റെനൻസ്. അത് തന്നെ നമുക്ക് ആ സൗന്ദര്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. അപ്പം നമ്മൾ നമ്മുടേതായ ഏജ് വൈസ് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ആസ് എ കോസ്മെറ്റോളജിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയസിലൊക്കെ കാണുമ്പോൾ പല ക്രീംസും ഒക്കെ ഇങ്ങനെ പല ഇൻഫ്ലുവൻസേഴ്സും കാണിച്ചിട്ട് പറയും, ഞാൻ ഇത് അപ്ലൈ ചെയ്തു, ആഫ്റ്റർ 5 ഡേയ്സ് നോക്കൂ, എൻ്റെ ചർമ്മം നോക്കൂ, നല്ല ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഫിൽട്ടറാണ്. നമുക്ക് ഒരു ക്രീമും ഒരു 5 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒന്നും ഒരിക്കലും ചേഞ്ച് സംഭവിക്കില്ല. അപ്പൊ ഈ വീട്ടില് കാരണന്മാര് പറയുന്ന പകുതി ഈ സത്യമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ണി കണ്ട എല്ലാ ക്രീംസും വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് സൂട്ട് ആയിട്ടുള്ള ഒരു ക്രീം, വാട്ടെവർ, സെറമോ ക്രീമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ എന്താണോ കെയർ ചെയ്യാനുള്ള പ്രോഡക്ട്സ് അത് യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി മാറ്റി യൂസ് ചെയ്യരുത്, കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും ഒരു 1 മന്ത് യൂസ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടണം എന്നില്ല. അതാണ് അതിന്റെ
ഒരു അല്ലെ ഉത്തരം. യെസ്. അതെ. ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്റെ ഉത്തരം അതാണ്. ഇപ്പൊ നമ്മളില്ലേ ഇപ്പൊ ചിലവരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ സ്കിന്നിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറെ സ്കിൻ കെയർ സ്റ്റെപ്പ് ഒക്കെ ചെയ്തേ പിന്നെയാണ് എന്റെ മുഖത്ത് കുരുക്കൾ വരാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ആക്നെ മാർക്സ്. ഇതിനു മുന്നേ എന്റെ മുഖം ഭയങ്കര ക്ലിയർ ആയിരുന്നു, എന്റെ ഫേസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു എന്ന് പറയുന്ന കുറച്ച് പേരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അവർക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം ഫേസിലേക്ക് വരാൻ കാരണം? അതായത് ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റുകളും ഒരുപാട് സ്റ്റെപ്പ് വൈസ് ആയിട്ടൊന്നും നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്ത് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. വളരെ ചുരുങ്ങിയതായ ഒരു 3 സ്റ്റെപ്സിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതൊരു 2 ടൈംസ്, അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നോർമൽ മോയ്സ്ചർ പോവും സ്കിന്നിൽ നിന്ന്. അപ്പോൾ അത് 2 ടൈംസ് വാഷ് ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അത് നൈറ്റ് ടൈമിലും മോർണിംഗ് ടൈമിലും മോയ്സ്ചർ അപ്ലൈ ചെയ്യുക. അതിപ്പോൾ ഒരു ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ അതിന് പറ്റിയ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. അത് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ സൺസ്ക്രീൻ അത് നമ്മൾ രാവിലെ മോർണിംഗ് ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നേക്കാൾ ഒരു 15 മിനിറ്റ്സ് മുമ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു 3 അവേഴ്സ് 4 അവേഴ്സ് കൂടുമ്പോൾ റീ അപ്ലൈ ചെയ്യുക. അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ചില പ്രോഡക്ട്സ് പറ്റില്ല. ചിലപ്പോൾ ചില പ്രോഡക്റ്റിന്റെ കൂടെ വേറെ കോമ്പിനേഷൻസ്, ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകണ്ട. ഒരു 3 സ്റ്റെപ്സ് യൂസ് ചെയ്യുക. എന്നും അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് പോവാ. അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ. അല്ലാതെ ടോണറിന്റെ ആവശ്യമില്ല, സിറം അങ്ങനെ വൈറ്റമിൻ സി സിറം ഫോർ മോർണിംഗ് അങ്ങനെയൊന്നും ഇല്ല. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ പോയി കണ്ട് സ്കിൻ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ എന്താണ്, നിങ്ങളുടെ സ്കിന്നിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നോർമൽ സ്കിന്നാണോ, അതിന് പറ്റിയ ഒരു ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ, സെറം, ഇനിയിപ്പോൾ സൺസ്ക്രീൻ, പിന്നെ സെറം ഏതാണോ സൂട്ട് ആവുന്നത് അത് വാങ്ങിച്ച് എങ്ങനെയാണോ ഡോക്ടർ പറയുന്നത് അതുപോലെ അപ്ലൈ ചെയ്യുക. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ക്രീംസും വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഒരു 60 അല്ലെങ്കിൽ 17 പ്ലസിലായിരിക്കും കുറച്ചും കൂടെ ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് സ്കിന്നിലേക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ്, സ്കൂളിംഗ് ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട്. അപ്പൊ അവർക്ക് വീട്ടിൽ ഇങ്ങനെ പറയാൻ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാർ അതിന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബ്യൂട്ടി വ്ളോഗേഴ്സ് ആകും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഓൺലൈൻ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് പല നോർത്തിൽ നിന്നും നമുക്ക് തന്നെ സജഷൻസ് ആയിട്ട് കയറി വരും. അപ്പോൾ ഒരു 16 പ്ലസ് തൊട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണ്. അപ്പം അതെങ്ങനെ ഒരു പ്രൊഫഷണൽ ഡോക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ചിലപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ ഇനി സ്കിൻ ക്ലിനിക്കിലൊക്കെ പോയി നിങ്ങൾക്ക് ക്രീം മേടിക്കണം അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് പേരൻസ് ഉണ്ട്. എന്നാൽ കുറച്ച് പേര് നല്ല ബോർഡായിട്ട് ചിന്തിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പം അതെങ്ങനെ ഒരു പ്രൊഫഷണൽ ഡോക്ടർ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും ഇതിന് ആൻസർ ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ ശരിക്കും പാരൻസിനോടാണ് പറയാൻ. കാരണം നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ കോൺഷ്യസ് ആണ്, അത്രയും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും അവരെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെതായ രീതിയിലുള്ള കെയർ, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുട്ടികൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടിട്ട് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും എനിക്കും ചാനലുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഫോളോ ചെയ്യേണ്ട ടിപ്പുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് എല്ലാവർക്കും സൂട്ട് ആവണമെന്നും ഇല്ല. അത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ എന്തൊക്കെയാണോ വേണ്ടതെന്ന് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ പല ഡോക്ടേഴ്സ് പല രീതിയിലായിരിക്കും ചിലപ്പോൾ പറയുന്നത്. പലവരുടെയും കൺസെപ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് തന്നെ വേണം അത് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ, എന്താണ് വേണ്ടത്, ഏത് ട്രീറ്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ എന്ത് ക്രീംസ് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. പാരന്റ്സ് തന്നെ അത് കുട്ടികളെ കൊണ്ടായിട്ട് ഒരു ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ കുറച്ച് പേരെല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്നതും അല്ലെങ്കിൽ മേടിക്കുന്നതും ഇൻഫ്ലുവൻസേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന അവരുടെ PR കൊളാബ്സ് വരുന്ന ക്രീംസ് കൊണ്ടായിരിക്കും. കാരണം അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് എന്താ ഇൻഫ്ലുവൻസറിന്റെ സ്കിൻ എല്ലാം ഫെയർ ആയിരിക്കും, ഒരു ആക്നെ മാർക്സ് ഇല്ല, ഒരു പിമ്പിൾസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് ഇഷ്യൂസും വന്നിട്ടുണ്ട്. അപ്പം ഡോക്ടറെ പോലെയുള്ള കുറേ പേരുണ്ടല്ലോ ഒരു സ്കിൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ. അപ്പം നിങ്ങൾ അത് എങ്ങനെ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്? അത് എപ്പോഴെങ്കിലും നിർത്തണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് OP-യിൽ കുറച്ച് നാള് മുമ്പൊക്കെ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട്, ഇപ്പോഴും റീസെന്റ് 1-2 പേര്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇവര് വന്നിട്ട്
ഇവർക്കൊക്കെ പക്ഷെ നമുക്ക് കൊളാബ് ചെയ്യുന്ന കുട്ടികൾ നമ്മളോട് കൊളാബ് ഒന്നും ചോദിച്ചു വരുന്നൊന്നുമല്ല, അല്ല. ട്രീറ്റ്മെന്റിന് വേണ്ടി തന്നെ വരുന്നവരാണ്. ഓക്കെ, ഓക്കെ. പക്ഷെ ഈ കുട്ടികളൊക്കെ പല ക്രീംസും പല ഇത് സെറംസും ഒക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പൊ അവർക്ക് ചില ആളുകൾക്ക് ചില ഇൻഫ്ലുവൻസേഴ്സിന് അത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിലായിരിക്കും ചിലപ്പോൾ ഇവര് റിവ്യൂ കൊടുക്കുക. ഓക്കെ. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ക്രീംസ് ഒക്കെ ആദ്യത്തെ കുറച്ച് ദിവസം അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് അവർക്ക് തോന്നാം. ഓക്കെ. പക്ഷെ ഇതിന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അറിയില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് അടുത്ത പ്രൊമോഷനുള്ള സാധനം വരും. അപ്പൊ അടുത്തത് അപ്ലൈ ചെയ്യും. ഇങ്ങനെ ഓക്കെ. എല്ലാം മാറി മാറി അപ്ലൈ ചെയ്ത് സ്കിന്നിന് ബാരിയർ കംപ്ലീറ്റ് ഡാമേജ് ആവും. അതെ. അങ്ങനെയായിരിക്കും ഇവര് സ്കിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി വരുന്നത്, ഓക്കെ. ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഓൾറെഡി അവരൊക്കെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ടാവും. പിന്നെ പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഓരോ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഈ ക്രീം ആ ക്രീം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരൊരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ കാണിക്കുമ്പോൾ ഇതെല്ലാം ഫിൽട്ടറാണ്. ഒരിക്കലും നമുക്ക് ഒരു 10 ഡേയ്സ് കൊണ്ടൊന്നും ഒരു ക്രീമിനും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി അഥവാ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനകത്ത് സ്റ്റിറോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മെർക്കുറി, ലെഡ് പോലത്തെ കണ്ടന്റ്സ് ഉണ്ടാവും. അല്ലാതെ ഇത്രയും ഒരു ഫാസ്റ്റ് റിലീഫ് ഒരിക്കലും ഒരു പിഗ്മെന്റേഷനോ മെലാസ്മയ്ക്കോ നമുക്ക് കിട്ടില്ല. ഓക്കെ. അതാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? എന്നാലും നമ്മൾ അറിയാണ്ട് പോയി അറിയാണ്ട് പോയി മറ്റേ click ചെയ്യും. സിനിമയില് സലീം കുമാർ പറയുന്ന പോലെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അറിയെങ്കിലും അതെ. ഇവിടെ ബിരിയാണി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച് അതെ. ഓട്ടമായിരിക്കും അത് അതെ, അത് പേടിച്ചേക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ കാണുന്ന വെച്ചാൽ അതുപോലെയാണല്ലോ അവര് അതെ, അതെ, വീഡിയോ അതെ. ഇടുന്നതും. അതെ, സത്യം. പിന്നെ ഒരുപാട് പിന്നെ ചില ക്രീംസ് ഒക്കെ കുറേ ആൾക്കാരെ കൊണ്ട് അവരത് ചെയ്യിക്കുന്നുണ്ട്, വീഡിയോ അതെ, പരസ്യം അതെ, അതെ, ചെയ്യിക്കും, അതെ, അതെ. അഡ്വർടൈസ്മെന്റ് ഇടും. അപ്പൊ നമ്മളും ഈ റിക്കറന്റ് ആയിട്ട് ഇതിനകത്ത് ഈ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആ ഇത് ഇനി നല്ലതാണോ, ഇത് കുറേ പേര് കാണിക്കുന്നുണ്ടല്ലോ എന്ന് അതെ, വെച്ചിട്ട് അതെ, അതെ, നമ്മൾ സത്യം. വാങ്ങിച്ചു പരത്തും. അതെ, അതെ. അതാണ്. നമ്മൾ കറക്റ്റ്ലി നമ്മുടെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അറ്റ് വാട്ട് ഏജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാം എന്തായിരിക്കും പറയുന്നത്? കറക്റ്റ് ആയിട്ട് ഏത് ഏജിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു 18+ ഞാൻ പറയുള്ളൂ. പറയുള്ളൂ. കാരണം ഓക്കെ. ആദ്യത്തെ ഒരു നമ്മൾ ടീനേജിന്റെ ടൈം ഉണ്ടല്ലോ, ഓക്കെ. ആ ടീനേജേഴ്സിന് എപ്പോഴും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഓൾറെഡി അവരുടെ ഫേസ്, അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര മൈൽഡായിട്ട് ഇരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇപ്പൊ മോയ്സ്ചറൈസർ നമ്മൾ പറയും യൂഷ്വലി, ഇപ്പൊ ഓക്കെ. എല്ലാം നമ്മൾ മോയ്സ്ചറൈസർ പറയാറുണ്ട്, മൈൽഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് പറയാറുണ്ട്. ഓക്കെ. പിന്നെ വേറെ സെറം ക്രീംസ് അങ്ങനെ ഒന്നും നമ്മൾ ടീനേജേഴ്സിന് കൊടുക്കാറില്ല. ഓക്കെ. ഐ മീൻ ഒരു ബിലോ ഒരു 18-നുള്ളിൽ വരുന്നവര്. ഒരു 18+ ഒക്കെ കോളേജിലൊക്കെ പോയി തുടങ്ങുമ്പോൾ പതുക്കെ ഒരു ഡോക്ടറെ പോയി കണ്ട് ഓക്കെ. അവരുടെ ഇഷ്യൂസ്, കാരണം ഈ ഒരു 13+ ആവുമ്പോൾ തന്നെ ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങും, ഓക്കെ. ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ, ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒക്കെ തുടങ്ങും. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ആ വരുന്ന പാടുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു 18+ ഒക്കെ ആവുമ്പോഴേക്കും ഇതുപോലെ ഒരു സ്കിൻ ഡോക്ടറെ പോയി കണ്ടിട്ട് അവരുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള എന്താണോ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഓക്കെ. സൺസ്ക്രീൻ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10+ ഒക്കെ ആവുമ്പോൾ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് ഈ 50+, 70+ SPF-ന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഇപ്പൊ ഈ സൺസ്ക്രീനിന്റെ കാര്യം ഇപ്പൊ ചില ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പറയുന്നു, അകത്തിരിക്കുമ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇപ്പൊ റെയിനി സീസണിലായാലും വെയിലില്ലേലും അപ്ലൈ ചെയ്യണം. അങ്ങനെ പറയും. നിങ്ങൾ പുറത്ത് പോയില്ലെങ്കിലും വീടിന്റെ അകത്താണെങ്കിൽ വെയിലുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യണം. ചിലവർ പറയുന്നു പുറത്തിറങ്ങുമ്പോൾ മതി. കറക്റ്റ് എപ്പോഴാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്? ശരിക്കും പുറത്തിറങ്ങുമ്പോൾ അപ്ലൈ ചെയ്യണം, വീടിന്റെ അകത്തിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യണം. ചെയ്യണം. അകത്തിരിക്കുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യൻ പുറത്ത് എന്തായാലും ഉണ്ട്. ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വിൻഡോയുടെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് ലൈറ്റ് വരും. ഇപ്പൊ ഇവിടെ ഈ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താലും നമുക്ക് വിൻഡോന്ന് ലൈറ്റ് എന്തായാലും വരും. ഇപ്പൊ UV ഉണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പൊ അത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് സൺസ്ക്രീൻ. ആവശ്യമാണ്. പിന്നെ ഓക്കെ. റിക്കറന്റ് ആയിട്ട് ഒരു 3 hours കൂടുമ്പോൾ വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. ഓക്കെ. വൺസ് വീടിന്റെ അപ്ലൈ അകത്താണെങ്കിൽ ചെയ്താൽ മോർണിംഗ് തന്നെ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പൊ എല്ലാവരും തന്നെ മോർണിംഗ് സ്കിൻ കെയർ കുറച്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്യും, ഈവനിങ് ഉണ്ട്. അപ്പൊ ഒരു സ്കിന്നിന് ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് അപ്ലൈ ചെയ്യും, പിന്നെ നൈറ്റ് വന്നിട്ട് വീണ്ടും നമ്മൾ ഒരു ലോഡ് സ്റ്റെപ്പ്. അപ്പൊ സ്കിന്നിന് അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു സംഭവം സ്കിന്നിന് വേണോ? വേണം. വേണം. ഓക്കെ. കാരണം ഈ ഒരു മോർണിംഗ് ഇത്രയും ആപ്ലിക്കേഷൻസ്, നൈറ്റ് ഇത്രയും ആപ്ലിക്കേഷൻസ്, ഇങ്ങനെ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈമൊക്കെ നമ്മൾ ഇതില്ലാതെ ഇപ്പൊ നെയിൽ പോളിഷ് ഇടുമ്പോൾ നമ്മൾ പറയും, ഇപ്പൊ ഡെയിലി നെയിൽ പോളിഷ് ഇടുന്നവരുണ്ടാവും. പക്ഷെ സംടൈംസ് നമ്മൾ ആ നെയിൽ പോളിഷ് കളഞ്ഞിട്ട് കുറച്ച് ദിവസം അതൊരു ഫ്രീ ആയിട്ട് ഇടണം. കാരണം എന്താന്ന് വെച്ചാൽ
നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ വേണമല്ലോ. അതെ അതെ അപ്പൊ അതെ അതുകൊണ്ട് ഇങ്ങനെ സിൽവർ കളർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കളേർഡ് ആയിട്ടുള്ളതായിരിക്കും യൂസ് ചെയ്യുക. യൂസ് വാട്ട് എവർ, ഉം അതൊരു പ്രൊട്ടക്ഷൻ ആണ് ഉം കൊടുക്കുന്നത്. ഉം പ്രൊട്ടക്ഷൻ അല്ല, ഉം അതൊരു കവറിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ കുറച്ച് റിലീഫ് നമ്മുടെ ബോഡിക്ക് എന്തായാലും വേണം. വേണം അത് ഓക്കെ നമ്മൾ ഏറ്റവും നല്ലത് വീട്ടിലിരിക്കുന്ന ടൈമിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ പുറത്തിറങ്ങുമ്പോൾ ബ്രീത്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചിലപ്പോൾ ടാൻ അടിച്ചിട്ട് വരും. അതിന്റെ അടുത്തിട്ട് വരും ഓക്കെ വീട്ടിൽ ഇരിക്കുമ്പോ അധികം ആ ഹെവി കുറച്ച് സ്റ്റെപ്സ് ഒന്നും യൂസ് ഫോളോ ചെയ്യേണ്ട ചെയ്യാതിരിക്കും. ആവശ്യമില്ല ഓക്കെ സത്യത്തിൽ മാമിന്റെ ക്ലിനിക്കിൽ ഈ പെൺകുട്ടികൾ മാത്രമാണ് വരാറ് കാരണം പൊതുവേ ഉള്ള ഒരു ധാരണയാണ് പെൺകുട്ടികൾ മാത്രമാണ് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മെയിൽസ് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഇതൊന്നും ബാധകമല്ല മാമിന്റെ ഒരു കമ്പാരിസൺ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്ന ഗേൾസ് പെൺകുട്ടികൾ ആണ്. ആ ഓക്കെ പക്ഷെ ബോയ്സും ഇപ്പൊ ഭയങ്കര കോൺഷ്യസ് ആണ്. കോൺഷ്യസ് ആണ് അവരും വരുന്നുണ്ട്. ഓക്കെ എസ്പെഷ്യലി അവരുടെ മാരേജ് ടൈം ഒക്കെ ആവുന്ന സമയത്ത് അപ്പോഴാണ് അവർക്ക് കുറച്ച് കോൺഷ്യസ് കൂടുതൽ കൂടുന്നത് അതെ വരുന്നത്. ആ സമയത്ത് അവർ വരും. ഓക്കെ പിന്നെ അല്ലാതെ ഈ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ആ ടൈമിൽ ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ആയിട്ട് വരുന്ന ടൈമിൽ അവര് അതിന്റെ കൂടെ അവർ ചോദിക്കും, മാഡം എനിക്ക് ഇങ്ങനെ പിഗ്മെന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓക്കെ ഞാൻ കുറച്ച് ടാൻ ആണ്, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ബോയ്സും ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. തോന്നാറുണ്ട് മാം എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബോയ്സിന് ഇപ്പൊ സ്കിൻ കെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ ഉം. നാണക്കേടാണ് അല്ലെങ്കിൽ അത് വേറൊരു ബോയ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളിയാക്കാനുള്ള ഒരു സംഭവമായിട്ട് പലരും ഹൈഡ് ചെയ്ത് വെക്കുന്ന കുറച്ച് ബോയ്സിനൊക്കെ എനിക്കറിയാം അതങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടായിരിക്കും അവർ അത്രയും നാണം അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ചമ്മലായിരിക്കും അവർ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങ് ഒളിച്ചും പാത്തൊക്കെ ബാത്റൂമിലൊക്കെ ഇരുന്നായിരിക്കും ബോയ്സ് ചെയ്യുന്നത് അതെന്തുകൊണ്ടായിരിക്കും അത് ഈ പറഞ്ഞ പോലത്തെ ഒരു കോൺസെപ്റ്റ് നേരത്തെ ഉള്ളത് കൊണ്ടാണ്. ഉള്ളത് കൊണ്ടാണ് ഓക്കെ ലേഡീസ് മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് മേക്കപ്പ് അവർ മാത്രമാണ് ചെയ്യണേന്നൊക്കെ ഓക്കെ എല്ലാവരുടെ ഇടയിൽ ഒരു ഇതാണല്ലോ. പെൺപിള്ളേരാണെങ്കിൽ ബാഗിൽ ലിപ്സ്റ്റിക്, അതെ ഫൗണ്ടേഷൻ, പോട്ടെ അതൊക്കെ അതെ ഉണ്ടാവും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ അതെ എല്ലാവരും ബോയ്സും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ബോയ്സ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ബോയ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, "ആ, ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല." യൂസ് അപ്പൊ ചെയ്യും ഞാൻ മനസ്സിൽ ആലോചിക്കൂട്ടോ, ഓ ഇവരൊക്കെ നന്നായി തുടങ്ങിയല്ലോ അതെ എല്ലാവരും. കാരണം അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. ഉണ്ട് കാരണം ഓക്കെ അവര് ഈ സൺസ്ക്രീനിനെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട് ഇവര് കുറച്ച് കോൺഷ്യസ് ആയിട്ടാ എന്നാ പിന്നെ ഇത് ഞാനും ഇടാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒത്തിരി എനിക്ക് തോന്നുന്നു വരുന്ന ഒരു 90% ബോയ്സും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ചിന്താഗതി ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം, മാറട്ടെ. അതെ മാറട്ടെ മാം ഇനി അടുത്തത് ഒരു സ്കിൻ ക്ലിനിക്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് അല്ലെങ്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇപ്പൊ ഡോക്ടർ നല്ല റിസൾട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ അതിന് ഒരു റേറ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ 499 599 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓ ഇത് ഡ്യൂപ്ലിയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ 599ഓ എന്നാ ഇത് തട്ടിപ്പാണ് ഞാൻ എനിക്ക് ലൈക്ക് റെക്കമെൻഡ് ചെയ്തത് 1000 എബോ 2000 എബോ ക്രീംസ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ഒക്കെയാണ് അങ്ങനെ ഒരു റേറ്റിൽ ഒരു ഭയങ്കര ഒരു കമ്പാരിസൺ വരുന്നുണ്ട് എന്നാൽ രണ്ടിന്റെയും റിസൾട്ട് ഒക്കെ ഒന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം ആയിരിക്കും അതെങ്ങനെയാ മാം നോക്കി കാണുന്നേ ഈ പറഞ്ഞത് ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എനിക്ക് ക്ലിനിക്കിൽ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. അതെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടാണ് ഈ ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഇതുപോലെ ചില ക്ലയൻസ് വന്നിട്ട് എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ വന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ലിറ്ററലി എൻ്റെ ഫേസ് നോക്കി ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ആ ക്ലിനിക്കിൽ ഇത് റേറ്റ് കൂടുതലാണല്ലോ, ആ അവിടെ നല്ല ക്വാളിറ്റി ആയിരിക്കും ആ അല്ലേ എന്ന്. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, മനസ്സിലിങ്ങനെ വിചാരിച്ചു, ദൈവമേ കുറച്ച് കൊടുത്തത് അബദ്ധമായി പോയല്ലോ. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഇത് ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല, ഇല്ല എല്ലായിടത്തും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളും ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരും ബിസിനസ്സാണ്, ബിസിനസ് അതിനകത്ത് വരുന്നുണ്ട് അതെ കേട്ടോ. അതെ 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 നമ്മൾ ആ ബിസിനസ്സിൽ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്നു, അത്രേ ഓക്കെ ഉള്ളൂ. ഞാൻ അതെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹവും അത് തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ കോമൺ പീപ്പിൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ എല്ലാവരും വന്ന് ചെയ്യുക. ഓക്കെ പിന്നെ ഇപ്പൊ ഫില്ലേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്യുക, ബൂസ്റ്റേഴ്സ് ഇഞ്ചക്ഷൻ, ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോ ഓക്കെ എല്ലാവർക്കും ചെയ്യണമെന്നും ആഗ്രഹം ഇല്ല, ഇല്ല ഉണ്ടാവില്ല. ഇല്ല ഇല്ല പക്ഷെ ഇല്ല തലയിൽ മുടി കൊഴിച്ചിലുണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും ഉള്ള അതെ കാര്യങ്ങളാണ്. അതെ അപ്പൊ അതെ അത് വന്ന് നമ്മൾ ഇങ്ങനത്തെ ക്ലിനിക്സിൽ വന്ന് ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആകുമ്പോൾ പൊതുവേ നമുക്കത് ചെയ്യാനും അതെ ബുദ്ധിമുട്ടായിരിക്കും. അതെ അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുന്നത് ഓക്കെ റേറ്റിലല്ല അല്ലേ ഇല്ല, റേറ്റിൽ ക്വാളിറ്റി ഒരു കാര്യമില്ല. അതെ പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, പിന്നെ കോസ്മെറ്റിക്കിലേക്ക് വരുമ്പോൾ ശരിയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആകുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട് എന്ന് ഓക്കെ വെച്ചാൽ നമ്മളങ്ങനെ തീരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കരുത്. വാങ്ങിക്കുന്നത് ഓക്കെ എപ്പോഴും കുറച്ച്, പിന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിന്റെ അണ്ടറിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നല്ലത് നമ്മൾ ഓക്കെ ആ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കും, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് വായിച്ചു നോക്കും.
പിന്നെ അത് ഏത് കമ്പനിയാണെന്ന് നോക്കും. അതൊക്കെ ഓക്കെ. നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുക. ആ ഓക്കെ. സമയം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ 150 രൂപയുടെ ക്രീം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 രൂപ പോലും ചിലപ്പോൾ അതിന് വില ഉണ്ടാവില്ല. അപ്പം അതിൽ നമുക്ക് ആർക്കും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രോമിസ് നമ്മുടെ ഓക്കെ. ക്ലിനിക്കിലാണെങ്കിൽ നമുക്കറിയാം ഇന്ന പ്രോഡക്റ്റ് ഇത്ര ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ്. ഓക്കെ. അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി അതിന് എന്തായാലും ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സ്കിൻ പ്രൊഡക്റ്റിന് ഒരു 1000 എബോവ് ആണ്. അല്ലെങ്കിൽ ഒരു 2000 എബോവ് ആണ്. അതിൽ കുറച്ചതെല്ലാം പിന്നെ എല്ലാം സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു ഡിസ്കഷനും അതെ. കാര്യങ്ങളൊക്കെ വരണേന്ന് നമ്മൾ തോന്നുന്നു. ഏതിൽ പോകുമ്പോഴും അങ്ങനെയല്ലേ. ഇപ്പൊ അതെ, നമ്മൾ അതെ. ഡ്രസ്സ് എടുക്കാൻ പോയാലും 10,000 മുകളിലുള്ള ഡ്രസ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഉം. അതേ പാറ്റേൺ തന്നെ നമുക്ക് 5,000ലും കിട്ടും. ഓക്കെ. അതെവിടെയും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ. പിന്നെ ക്വാളിറ്റിയിലും ഉണ്ട് വ്യത്യാസം ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ ഉം. നമുക്ക് എന്താണെന്ന് അറിയാത്ത സാധനങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ക്വാളിറ്റിയിൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. ഉം. ചിലപ്പോൾ അങ്ങനെ വാങ്ങിച്ച് തേക്കുന്ന സാധനങ്ങളാണ് പലതും ഉം. സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഡാമേജ് ഉണ്ടാക്കുന്നു. ഓക്കെ. മാമിന് എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ മാമിൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആക്കി നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഹാപ്പിനെസ് ആണല്ലോ നമ്മൾ അത്രയും ആത്മാർത്ഥത നിന്നിട്ട് മാമിന് എപ്പോഴെങ്കിലും ഓ ഇവരിങ്ങനെ പറയുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ പേഷ്യൻ തീർച്ചയായിട്ടും ഉണ്ട്? ഉണ്ടായിട്ടുണ്ട്. ആ. അത് ഈ പറഞ്ഞ പോലെ കോസ്റ്റിന്റെ കാര്യം വരുമ്പോഴാ എനിക്ക് ഓക്കെ. ചില ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആം, എന്താ പറയാ ചിലപ്പോൾ വലിയ പൈസ ഉള്ളവരൊക്കെ ഉം. ഉം. അല്ലായിരിക്കും. ഉം. അപ്പൊ ഇങ്ങനെ എൻ്റെ അടുത്ത് ആഗ്രഹം പോലെ പറയും എനിക്ക് ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ പൈസ അതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് കൊടുക്കും. ഞാൻ ഓക്കെ. അപ്പം എൻ്റെ സ്റ്റാഫിനോട് പറയും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തോ ചെയ്തോട്ടെ ചെയ്ത് പൊയ്ക്കോട്ടെ കുഴപ്പമില്ല എന്ന് ഓക്കെ. പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്ത ചില ആളുകളൊക്കെ ഉം. തിരിച്ച് ഇപ്പൊ ഒരു രണ്ടാമത്തെ സിറ്റിംഗ് കഴിഞ്ഞ് മൂന്നാമത്തെ സിറ്റിംഗ് വരുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറയും ഇത് ശരിയായില്ല, ഇത് അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്തിട്ട് എനിക്ക് അത്ര റിസൾട്ട് തോന്നുന്നില്ല. ഉം. എന്നിട്ട് എന്നിട്ട് ചിലപ്പോൾ പറയും ഇത് വില കുറച്ച് ചെയ്തുകൊണ്ടാണോ അതങ്ങനെ എന്ന് ചോദിക്കും. അപ്പൊ ഓക്കെ. എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അതെ, കാരണം അതെ, എന്ന് അതെ. വെച്ചാൽ ഈ പ്രോഡക്റ്റ് എടുക്കുന്ന എല്ലാവരും എടുക്കുന്നത് ഏകദേശം ഒരേ കമ്പനികളൊക്കെ തന്നെയാണ്. ഓക്കെ. നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്താ പറയാ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് അത് കട്ട് ചെയ്ത് ഒരു ചാരിറ്റി പോലെ നമ്മൾ ചെയ്തു ചെയ്ത് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത്. സമയത്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ 3 സിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ വന്നിട്ട് ഉം. ഇല്ല അത് പക്ഷെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതെ, ഇതെല്ലാം ചെയ്യുന്നത്. അതെ, പക്ഷെ ഓക്കെ. എന്നാലും അവർക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. സങ്കടം തോന്നി. ഇനി അധികം സഹായിക്കണ്ടെന്ന് അതെ തോന്നിയിട്ടുണ്ടോ? അതെ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പൊ തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കും ഇനി ഒരാളെ സഹായിക്ക ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കരുത്, സഹായിക്കരുത്. ഓക്കെ. ഇതിപ്പം ലൈക്ക് പലരും പല സ്കിൻ പ്രോബ്ലംസോടെ ആയിരിക്കും മാമിൻ്റെ അടുത്ത്. ചിലവരുടെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള സ്കിന്നിൽ ഭയങ്കര പ്രോബ്ലംസ് ആയിട്ട് വരുന്നവരുണ്ട്. അത് മാം ചേഞ്ച് ചെയ്തിട്ട് അവരുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അനുഭവം ഇപ്പോഴും മനസ്സോട് വെക്കുന്ന ഒരു ടെസ്റ്റിമോണി ഏതായിരിക്കും? പെട്ടെന്ന് ചോദിച്ചാൽ മാം ഏതായിരിക്കും ഷെയർ ചെയ്യുന്നത്? ഉം. കാരണം ചിലവർക്ക് ജീവിതമേ പോയി അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കല്യാണത്തിൻ്റെ കല്യാണം ഇനി കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് പഠിക്കാൻ പറ്റുമോ ഈ ഫേസ് വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയത് എന്ന് വെച്ചാൽ അവരൊട്ടും വിചാരിക്കുന്നില്ല ഇത് പോകും അല്ലെങ്കിൽ ഇതെൻ്റെ ലൈഫിൽ നിന്ന് പോകുന്ന അതങ്ങനെ ഒരു ട്രീറ്റ് ചെയ്തിട്ട് സ്കിൻ ലൈഫിൽ വന്നിട്ട് അങ്ങനെ ഒരു ഹാപ്പി മൊമെന്റ് എപ്പോഴും മനസ്സിൽ വെക്കുന്നത് അത് ഏതായിരിക്കും? ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതുപോലെ ഒരു കുട്ടി ഓക്കെ. പല ക്ലിനിക്സിലും പോയിട്ട് ഉം. ആ കുട്ടിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. കുട്ടിയുടെ മുഖത്തൊരു പിഗ്മെന്റേഷൻ ആയിരുന്നു. ഉം. അപ്പൊ അതിന് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പല സ്ഥലത്തും ഉം. പോയിട്ട്. ഉം. അപ്പൊ ഇതുപോലെ നമ്മുടെ ക്ലിനിക്കിന്റെ പരസ്യമൊക്കെ കണ്ട് എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വന്നതാണ്. ഓക്കെ. അപ്പൊ വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം, ഉം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ. പക്ഷേ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. കാരണം ഇയാൾ കുറേ ക്ലിനിക്സിൽ പോയി കുറേയൊക്കെ ട്രീറ്റ്മെന്റ്സ് അതെ, ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതെ, അതെ. പക്ഷെ ഞാനത് ട്രീറ്റ്മെന്റ് ചെയ്തു. ഉം. ഒരു 4-5 സിറ്റിംഗ് 6 സിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വന്നു. ഓക്കെ. പക്ഷെ ആ കുട്ടിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. റിസൾട്ട് ഓക്കെ. എന്ന് പറഞ്ഞാൽ 80% റിസൾട്ട് കിട്ടി. ആ ഓക്കെ. കുട്ടി ഭയങ്കര ഹാപ്പിയുമായിരുന്നു. എന്നിട്ട് ഓക്കെ. എൻ്റെ അടുത്ത് കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ. അത് ഭയങ്കര കാരണം ഒരുപാട് ക്ലിനിക്കിൽ പോയിട്ട് അതെ പറ്റില്ല അതെ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും അങ്ങനെ ഒരു ഭയങ്കര അതെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ സ്കിന്നിന്റെ ഏരിയ എടുത്ത് നോക്കുമ്പോഴത്തേനും ഇപ്പൊ ഒരുപാട് ഡോക്ടേഴ്സ് ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് കൊളാബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റീനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ ഡോക്ടർ ഭയങ്കര അടിപൊളി അങ്ങനത്തെ ഒരു ടാഗിലാണ് ഇപ്പൊ സെലിബ്രിറ്റി സ്കിൻ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഡോക്ടർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഏറ്റവും സൂപ്പർ ആ ഒരു ടാഗ് ലൈനിൽ മാം വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറയണോ? സത്യം പറഞ്ഞോ? അല്ല ഒരു ബിസിനസ്
മൈൻഡിൽ പറയുകയാണെങ്കിൽ ഉം. അതാണ് കറക്റ്റ്. കാരണം ഓക്കെ. നമ്മുടെ ക്ലിനിക്കിൽ സെലിബ്രിറ്റി വന്നിട്ട് നമുക്ക് കൊളാബ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക്ക് ഹിറ്റാവും. ആ. അത് കണ്ടിട്ട് ഓക്കെ. കുറേ ബിസിനസ് നമുക്ക് വരും. ഓക്കെ. പക്ഷെ ആ ബിസിനസ് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും നല്ലതാവണമെന്നില്ല, ഇല്ല. ഓക്കെ. അവരുടെ ട്രീറ്റ്മെന്റും നല്ലതാവണമെന്നില്ല. ഇല്ല. ഈ ഓക്കെ. റിസൾട്ട് ഇപ്പോൾ ഈ കൊളാബ് ചെയ്തു പോയ ആൾക്കാർക്ക് എല്ലാം റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. കാരണം അവർ ഓക്കെ. പെയ്ഡാണ്. അതെ, അതെ. അപ്പൊ ഡോക്ടർ ആസ് എ ക്ലിനിക്കൽ കോസ്മെറ്റോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഡു യു റെക്കമെൻഡ് ഇങ്ങനത്തെ ഒരു ബോട്ടോക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുമോ? ചെയ്യാറുണ്ട്. ആ. ചെയ്യാറുണ്ട്. എന്ന് ഓക്കെ. വെച്ചാൽ ചില ആളുകൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. കാരണം ചിലപ്പോൾ അവർക്ക് അത് മാത്രമായിരിക്കും അവരുടെ ഇഷ്യൂ. അപ്പോൾ അത് ഓക്കെ. നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്കൊരു 10 വയസ്സ് താഴത്തോട്ട് കൊണ്ടുവരാൻ പറ്റും, അവരുടെ ഫേസ് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് ഫില്ലേഴ്സൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ചിന്ന് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ചിലവർക്ക് ചെറിയ ചെറിയ ലിപ്പായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും അവരുടെ ഫേസിൽ നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക, ഒരു കുറവ് ചിലപ്പോൾ അതായിരിക്കും. അതായിരിക്കും. ചിലപ്പോൾ അവർ തന്നെ നമ്മളോട് പറയും, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കുക. ഇത് എത്ര നാളെ ഉണ്ടാവും ഇത് ജീവിതകാലം മൊത്തം? ഇല്ല, എല്ലാവർക്കും ഒരിക്കലും ഇല്ല. അത് ഇപ്പൊ ഈ എല്ലാവരും ഒരു ബോട്ടോക്സ് എന്ന് തെറ്റിദ്ധാരണയാണ്. പറയുന്നത് ജസ്റ്റ് 3 to 6 months, ചിലവർക്ക് 6 months വരെ കിട്ടാറുണ്ട്. ഓക്കെ. മാക്സിമം 6 months ആണ് നിൽക്കുള്ളൂ നിക്കോളൂ. ഈ ഇപ്പൊ ഈ ലിപ് ബോട്ടോക്സ്. ഫില്ലർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 9 months to 1 year വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ. വീണ്ടും നമുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ വീണ്ടും നമ്മളെ വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഒരുപാട് വോളിയം ചെയ്യരുത്, എപ്പോഴും ഓക്കെ. കറക്റ്റ് വോളിയം ചെയ്തു പോയാൽ നല്ല നല്ല രസമായിരിക്കും ഫേസ് രസം. കാണാൻ. എനിക്ക് ലിപ് ഫില്ലറിന്റെ ഇപ്പൊ കുറച്ച് ഇൻഫ്ലുവൻസസ് ഒക്കെ ചെയ്തിട്ട് പലരുടെയും ഫേസ് തന്നെ ആ, നമുക്ക് മാറിയതും അല്ലെങ്കിൽ മുന്നത്തെ ആയിരുന്നു ഭംഗി എന്നൊക്കെ ഒരുപാട് കമന്റ്സ് അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചിലവർ പറയും ആ കൊളാബ് കിട്ടിയത് കൊണ്ട് അങ്ങ് ചെയ്തതാ. പലരും ഇൻഫ്ലുവൻസസ് കൊളാബിൽ പോയാണ് ഇങ്ങനത്തെ മിസ്റ്റേക്സിലൊക്കെ ചെന്നപ്പെടുന്നത്. അപ്പം മാം അതെങ്ങനെ, ഈ കൊളാബ് കിട്ടിയാലും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? അല്ലാതെ അതെ അതെ, കൊളാബ് ആണെന്ന് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂടി ചെയ്യരുത്. അതെ. ഫേസിന് എന്താണോ പറ്റുന്നത് അത് കൊളാബ് വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാം കൂടി ഞാൻ ഫില്ലർ വരട്ടെ അന്ന് ഫില്ലറും കൂടി അടിച്ചോ എന്ന് പറയരുത്. ഓക്കെ. പിന്നെ ഈ ഫില്ലർ ബോട്ടോക്സ് ഒക്കെ എടുത്താൽ നമുക്ക് ബോട്ടോക്സിന് അത്ര ഇഷ്യൂ ഇല്ല. ഫില്ലേഴ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ ലിപ് ഫില്ലേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ യെസ്. ഒരു 1 week വരെ കുറച്ചൊന്ന് ലിപ്പ് നമുക്ക് കണ്ടറിയാൻ പറ്റും, ഇച്ചിരി ഒരു എഡിമയൊക്കെ ഉണ്ടാവും. ഓക്കെ. അതൊരു മാക്സിമം പോയ ഒരു 15-20 ഡേയ്സിൽ അത് ശരിയാവും. ശരിയാ. ചില ഓക്കെ. ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിനെയൊക്കെ കാണുമ്പോൾ ഇത് ചെയ്ത് വന്നിട്ട് ചിലപ്പോൾ അവരൊരു ചെയ്ത നെക്സ്റ്റ് ഡേ ഒക്കെ ആയിരിക്കും ഈ ഫംഗ്ഷൻ ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പൊ കുറച്ച് നമുക്കൊരു ഇത് ഓക്വേർഡ് തോന്നും awkward കണ്ടു ആയിട്ട് കഴിഞ്ഞാൽ. ഓക്കെ. പക്ഷെ അതൊരു 2 weeks കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കറക്റ്റ് ആവും. ഓക്കെ. ഈ ലിപ് ഫില്ലർ ഒക്കെ പെർമനന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ട്രീറ്റ്മെന്റും ഉണ്ടോ? അതെല്ലാം ഈ ഒരു പെർമനന്റ് ട്രീറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ സർജറി ചെയ്യണം. സർജറിയാണ്. ഇപ്പൊ ഫാറ്റ് ഓക്കെ. റിഡക്ഷൻ ആണെങ്കിലും പെർമനന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് പ്ലാസ്റ്റിക് സർജന്റെ അടുത്ത് പോയിട്ട് എന്താണ് നമുക്ക് പെർമനന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സർജറി ചെയ്യണം. ബാക്കിയെല്ലാം ഒരു ഇത്ര 6 months 9 months ആ അതെ, ഒരു രീതിയിലായിരിക്കും. കോസ്മെറ്റോളജിയിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഒരു 3 to 5 6, അത് ഡിപ്പെൻസ് ഓൺ ദ ആളുടെ ഓക്കെ. ഓക്കെ. എന്താണോ കൺസേൺ, അല്ലെങ്കിൽ എങ്ങനെ ഇതായിട്ട് തോന്നുന്നു, ഐ മീൻ അതിന്റെ എത്രത്തോളം ഉണ്ടെന്ന് ഉണ്ടെന്നനുസരിച്ച് കേട്ടോ. സെക്ഷൻസ് കൂടിപ്പോകും. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫില്ലേഴ്സ് ബോട്ടോക്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ വൺസ് ഇൻ എ ഇയറോ ഒക്കെ ചെയ്താൽ മതി. ഓക്കെ. അതും റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. ചെയ്യാം. എങ്കിൽ ഇല്ലാന്ന്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു മാർക്കറ്റിംഗ് ഇത് തന്നെ. ഫേസ് യോഗ ഭയങ്കര കോമൺ. അപ്പോഴാണ് നമ്മുടെ ഇവിടെ ഡബിൾ ചിൻ കളയുന്ന ഒരുപാട് മെത്തേഡ്. ജോ ലൈൻ വരുന്നു, ഡബിൾ ചിൻ പോകുന്നു, ഒരു മിഷൻ വെച്ച് പ്രസ് ചെയ്ത് അപ്പൊ തന്നെ അതും എത്രത്തോളം ഉണ്ട്, അത് ശരിക്കും പോവോ, അത് ഇത്രയും മന്ത് മാത്രമാണോ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഫില്ലേഴ്സ് ചെയ്യുന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നു ഫേസ് യോഗ പോപ്പുലർ ആയപ്പോഴാന്ന് തോന്നുന്നു ഈ ഒരു സംഭവങ്ങൾ കുറച്ചും കൂടെ പോപ്പുലർ ആയത്. അല്ലാതെ നമ്മൾ ബോട്ടോസ് ഫില്ലേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഡബിൾ ചിൻ കളയുന്ന ഒരു മെത്തേഡ് എനിക്ക് തോന്നുന്നു റീസെന്റ് ആണ് കുറച്ചധികം ജനങ്ങളുടെ ഇടയിലേക്ക് വന്നത്. അതെങ്ങനെയാ? ഇപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഫേസ് യോഗ ചെയ്യുന്നവരുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഫേസിന് മാത്രമാണ് നിങ്ങൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ബോഡിയിൽ ചേഞ്ച് വരുന്നതനുസരിച്ചാണ് നമ്മുടെ ഫേസിലും ചേഞ്ച് വരുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഹൈഫു പോലത്തെ, അല്ലെങ്കിൽ നമ്മൾ ആ ടാർഗറ്റ് ചെയ്തിട്ട് ആ ഏരിയ മാത്രം ലൈപ്പോ സെക്ഷൻ പോലത്തുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യണം. അല്ലാതെ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഫേസ് കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടും. അതെന്ന് വെച്ചാൽ നമ്മുടെ ഓൾ ബോഡി ഫാറ്റ് കുറയുന്നതനുസരിച്ച് ഫേസിലേക്ക് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ. ഫേസ് മാത്രം ഇങ്ങനെ എക്സസൈസ് ചെയ്യും, ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുക, ബെൽറ്റ് ഡേ ഒക്കെ ചെയ്തുകൊണ്ട് വലിയ എഫക്റ്റ് ഒന്നും യൂഷ്വലി കാണാറില്ല. ഇല്ല. പിന്നെ ഒരു ഓക്കെ. ടൈം പാസ് അല്ലേ, ചെയ്തോട്ടെ. ചെയ്തോട്ടെ. അല്ല, പല ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ കുറേ സംഭവങ്ങൾ ഇവിടെ വെക്കുന്നു, ഇത് വെക്കുന്നു, ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ
കഴിയുമ്പോഴും ലൈക്ക് മോർണിംഗ് ഒക്കെ നമുക്ക് തന്നെ നോക്കും ഇങ്ങനെയൊക്കെ വെച്ചാവും. ഇപ്പൊ ഫേസ് യോഗ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കുക, ഒരു അതിന്റെ ട്രെയിനർ, സർട്ടിഫിക്കറ്റ് ട്രെയിനർ എന്ന പദവിയിലേക്ക് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അവരൊക്കെ അവര് വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ വെയിറ്റ് അത് ലോസിലാണ്. ഇത് ഈ യോഗ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഓൾ ബോഡിക്കായിരിക്കും അവർ എക്സസൈസ് ചെയ്യുന്നത്. അവര് ഇപ്പൊ നമ്മള് ആദ്യമൊക്കെ ഞാനും ഈ കാര്യം ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നേക്കാൾ മുമ്പ് നമ്മള് വെറുതെ ഫേസ് ബോഡിക്ക് എക്സസൈസും കാര്യങ്ങളൊന്നും കൊടുക്കൂല. ഓക്കെ. വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കും, ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ഒരു പെർസെന്റേജ് പോലും കുറഞ്ഞിട്ടില്ല. കുറഞ്ഞിട്ടില്ല. ഓക്കെ. നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവും, യോഗ ട്രെയിനേഴ്സിനൊക്കെ. അതെങ്ങനെ റിസൾട്ട് ഉണ്ടാവും വെച്ചാൽ അവർ ഓൾ ബോഡിയാണ് അത് ചെയ്യുന്നത്. ഓൾ ബോഡി എക്സസൈസ് വിത്ത് ഫേസ് എക്സസൈസും കൂടി ചെയ്യുന്നുണ്ടാവും, ഡയറ്റും കൂടി ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇത് പറയുന്ന കേട്ടിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കിച്ചണിൽ ഇരിക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന് ഞാൻ ഫേസ് യോഗ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോണില്ല. നിങ്ങളുടെ ഓൾ ബോഡി വെയിറ്റ് ലോസ് ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിനും റിസൾട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ അത് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യണം, ഫേസ് മാത്രം ഇരുന്ന് എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലിനിക്കൽ ഇപ്പൊ ഡബിൾ ചിൻ കുറയ്ക്കുന്നത് അതെങ്ങനെയാണ്? ലൈക്ക് അതും ഇത് 6 months അങ്ങനെയാണോ, അതോ പെർമനന്റ് ആയിട്ട് നമുക്ക് ഡബിൾ ചിൻ ഒക്കെ? ഹൈഫു ട്രീറ്റ്മെന്റ് ആണ് അതിന്. നമ്മുടെ ക്ലിനിക്കിൽ ഹൈഫു ആണ് ചെയ്യുന്നത്. ഓക്കെ. ഹൈഫു ചെയ്യുമ്പോൾ അത് നമ്മളൊരു സെക്ഷൻ ചെയ്ത് ഒരു 21 days to 1 monthനുള്ളിൽ നോക്കിയിട്ട് അവർ ഓക്കെ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ സെക്കൻഡ് സെഷൻ ചെയ്യേണ്ടി വരും. സം പീപ്പിൾ ഇപ്പൊ കുറച്ചും കൂടി പഫി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 months കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സെക്ഷൻ കൂടി ചെയ്യേണ്ടി വരും. നമ്മൾ മാക്സിമം 3 സെക്ഷനേ ചെയ്യത്തുള്ളൂ. അത് പെർമനന്റ് ആയി ഡബിൾ ചിൻ പോവും. പെർമനന്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്താന്ന് വെച്ചാല് അപ്പോ ആ സമയത്ത് അതിന്റെ കൂടെ അവര് ബോഡിയും കൂടി വെയിറ്റ് ലോസ് ആവുകയാണ്, ഫുൾ എക്സസൈസും കൂടി ഇതിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ഇത് ചെയ്താലും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ 1 year ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ 3 months കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. ഒന്നൊരു ടൈറ്റനിങ് ഫീലിംഗ് ഒക്കെ ഫേസിന് വരും. പക്ഷെ ഇനിയിപ്പോ അവര് കുറച്ചും കൂടി വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ പിന്നെയും വണ്ണം വെക്കും. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആവണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെ നല്ല രീതിയിൽ. അല്ലാതെ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റിനേക്കാളും അതിന്റെ പ്ലസ് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇംപ്രൂവ് ആകണം അല്ലേ? ഓക്കെ. ലൈഫ് സ്റ്റൈലാണ് എല്ലാത്തിനും വലുത്. അതിപ്പോ സ്കിന്നെന്ന് മാത്രമല്ല, ഏത് രോഗങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ഡയറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് അതെങ്ങനെയാണോ അതിന് ബേസ് ചെയ്തിരിക്കും നമുക്ക് വരുന്ന അസുഖങ്ങൾ. പിന്നെ കുറെയൊക്കെ ഹെറിഡിറ്ററി ആയിരിക്കാം. ഇപ്പൊ സ്കിന്നാണെങ്കിലും ഇപ്പൊ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇപ്പൊ ആക്നെ ആയിട്ട് വന്നാലും പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു IV ഗ്ലൂട്ട എടുക്കാൻ വരുന്നവരാണെങ്കിൽ കൂടി ഞാൻ പറയും, നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുക, ഷുഗർ കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ആ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നല്ലൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും. അത് ഡയബറ്റിക്കാർക്ക് മാത്രമല്ല, ഈ ഡയറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും വ്യത്യാസം വരുന്നത് ഷുഗർ കട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ നന്നായിട്ട് ഹൈഡ്രേഷൻ അത് മസ്റ്റ് ആണ്. ഓക്കെ. ഇപ്പൊ ഈ സലൂൺസ് പോലെ തന്നെ ഇപ്പൊ മുട്ടിനും നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന എന്താ സലൂണുകളാണ്, അവിടെ സലൂൺ ഇവിടെ സലൂൺ. ഇപ്പൊ നമ്മളെ ഈ കൊച്ചി തന്നെ, ഈ എറണാകുളം തന്നെ ഇറങ്ങി നോക്കുമ്പോൾ ദർ ആർ സോ മെനി എന്താ പറയാ സ്കിൻ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി സെന്റേഴ്സ് ഒരുപാടുണ്ട്. കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ മാം എങ്ങനെയാണ് ഇതിൽ സർവൈവ് ചെയ്യുന്നത്? എപ്പോഴെങ്കിലും സ്ട്രെസ് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരണ്ടാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡു യു ഫീൽ എനിത്തിങ് അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, വരണ്ടാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആസ് യൂഷ്വൽ എല്ലാരെ പോലെ തന്നെ നമുക്കും ബിസിനസ് ആണ്. എങ്കിലും ഞാൻ കൂടുതലായിട്ട് ഒരു ബിസിനസ് പോലെ അല്ല എൻ്റെ സ്ഥാപനം കണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ അല്ലാതെ പുറത്ത് പോകുമ്പോഴും, ഇപ്പൊ നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നതിന് ശേഷം ഞാൻ പുറത്ത് പോകുമ്പോഴും ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ, അവരുടെ ഫേസ് കാണുമ്പോൾ, അവരുടെ നെക്ക് കാണുമ്പോഴേക്കും ഞാൻ ആലോചിക്കും, ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ നന്നായിരിക്കും, ചിലപ്പോൾ ഇവർക്ക് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിരിക്കും, ഇവർക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്താൽ നന്നായിരിക്കില്ല, ഇവരൊന്ന് ക്ലിനിക്കിൽ കിട്ടിയെങ്കിൽ നന്നാക്കി കൊടുക്കായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കാറ്, അല്ലാതെ എപ്പോഴും അങ്ങനെ സ്ട്രെസ് അങ്ങനെ ഒന്നും തോന്നാറില്ല. സ്ട്രെസ് ഒന്നുമില്ല. ഓക്കെ. എങ്ങനെ ഈ കോമ്പറ്റീഷൻ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? എപ്പോഴും ഇത് എങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവോ, അല്ലെങ്കിൽ ഗോ വിത്ത് ഫ്ലോ ആണോ മാം ചെയ്യുന്നത്? കോമ്പറ്റീഷന് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് ഒരിക്കലും വേറെ ക്ലിനിക്കിൽ പോവില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ അവർക്ക് റിസൾട്ട് കൊടുക്കണം. അതാണ് മെയിൻ ആയിട്ട്. നമ്മൾ എത്ര കോസ്റ്റ് കൂടുതലാണെങ്കിലും കോസ്റ്റ് കുറവാണെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലയൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ
വരുന്ന ക്ലയൻസ് ഒരിക്കലും പോവില്ല. റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. അത് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ കുറേ ആ ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റ് പറയല്ല. നമ്മൾ ആദ്യം തന്നെ അവരുടെ ഡയറ്റ് ഹിസ്റ്ററി, അവരുടെ കോമോർബിഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് അവർക്കൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കും. പിന്നെ അതിനകത്ത് കുറച്ച് ചിലപ്പോൾ ഇന്റേണൽ മെഡിസിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ മെഡിസിൻസ് ഒന്നും അല്ല, മൾട്ടി വൈറ്റമിൻസ്, പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അവർക്ക് എന്താണ് ആവശ്യം അതെല്ലാം കൊടുത്തു. എന്താ പറയുക, ഒരു ജേണിയാണ് ശരിക്കും പറഞ്ഞത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങി ഈ പറഞ്ഞ പോലെ ഒരു 2-3 സിറ്റിങ്ങിൽ റിസൾട്ട് വരണമെങ്കിൽ അതിന്റെ കൂടെ അകത്തേക്കും മെഡിസിൻസ് കഴിക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരണം. ഇപ്പൊ നന്നായിട്ട് വെള്ളം അടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അവരും ഗ്ലൂട്ടൻ എടുക്കാറുണ്ട്, കാരണം ലിവറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് മന്ത്ലി വൺസ് ഒക്കെ എടുക്കും. ആക്ച്വലി ലിവർ പ്രൊട്ടക്ഷൻ ആണ്, ഒരു സപ്ലിമെന്റ് ആണല്ലോ. പക്ഷേ അവരിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പിഗ്മെന്റേഷൻ കുറയലോ അല്ലെങ്കിൽ ഒരു ഫെയർനെസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവർ വെള്ളമടിച്ച് അവരുടെ ഡയറ്റ് അങ്ങനെയാണ്. അവർ ഇത്രയും ഡ്രിങ്ക്സ് എടുക്കുകയും സ്മോക്ക് ചെയ്യുകയും ചെയ്തിട്ട് അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്തിട്ട് ഈ ഗ്ലൂട്ട കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ ലിവറിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ. ഫെയർനെസ് എഫക്റ്റ് ഒന്നും അതിൽ നിന്ന് കിട്ടില്ല. അത് നമ്മുടെ ഡയറ്റും കൂടി നോക്കണം. ഓക്കെ, ഫൈനലി എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നമ്മുടെ ഡാർക്ക് ടോൺ അല്ലെങ്കിൽ ഡാർക്ക് ടോണുള്ളവർക്ക് ഈ വൈറ്റനിങ് ക്രീം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? നമ്മളെ വൈറ്റ് ആക്കി മാറ്റുന്ന എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ക്രീമുകൾ എക്സിസ്റ്റിംഗ് ആണോ? അങ്ങനത്തെ ക്രീംസ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഇവിടെ ആഫ്രിക്കൻസ് ഉണ്ടാവില്ല. കാരണം എങ്ങനെ ഉണ്ടാവും? കാരണം ഇവർക്കൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തൂടെ? ശരിക്കും അങ്ങനെ ഒരു ഫെയർനെസ് കംപ്ലീറ്റ് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരാളെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ IV ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ്സ് ആണെങ്കിലും, IV എടുക്കുമ്പോഴും അതിന്റെ കൂടെ സപ്ലിമെന്റ്സ് വേണം. പിന്നെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതാണെങ്കിൽ കുറെ സെക്ഷൻസ് ട്രീറ്റ്മെന്റ്സ് എടുക്കണം. അത് നമ്മുടെ ഈ ഇവിടുത്തെ റിസ്റ്റിന്റെ കളർ ഉണ്ടല്ലോ, ആ കളറാണ് നമുക്ക് IV എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം വരുത്തുള്ളൂ. അപ്പൊ നമുക്കൊരു ആഫ്രിക്കനെ കൊണ്ടുവന്നിട്ട് വെളുത്ത് ഒരു സായിപ്പിന്റെ പോലെ ആക്കി നിർത്താനൊന്നും പറ്റൂല. പിന്നെ പല ആൾക്കാരും ഈ IV ഒക്കെ ഇടാൻ വേണ്ടി വരുന്ന സമയത്ത് അവര് ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ്, മാഡം 10 സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വെളുക്കും. ഞാൻ പറയും കുടുംബം വെളുക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു വെളുപ്പ് ഞാൻ വരുന്ന എല്ലാവരോടും പറയും, നിങ്ങൾ വെളുപ്പ് പ്രതീക്ഷിച്ച് വരരുത്. വെളുപ്പ് എന്ന് പറയുന്നത് ഒരു ബോണസ് ആണ്, ചിലപ്പോ കിട്ടും, അത് ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ IV ഇടുക എന്ന് പറയാൻ, അത് ഇത്രയും ഒരു ലോങ് ടേം ഒക്കെ ഇട്ടിട്ട് പോവാന്ന് പറയുന്നത് അതങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ. പിന്നെ ഇതിപ്പോ ഞാൻ യൂഷ്വലി ഒരു 2-3 വീക്സ് കൂടുമ്പോഴാണ് IV അങ്ങനെ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഞാൻ ആഴ്ചയിൽ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെ 3 വീക്സ് ഒക്കെ ഇടുന്ന ആൾക്കാർ ഒരു 3-4 സെക്ഷൻ, അതായത് ഒരു 5-6 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴാണ് അവരിൽ ചേഞ്ച് കാണുന്നത്. അത് പലവർക്കും പല രീതിയിലുള്ള ചേഞ്ച് ആയിരിക്കും. ചില ആളുകൾക്ക് പിഗ്മെന്റേഷൻ ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് കുറഞ്ഞു കിട്ടും. ചിലവർക്ക് ഒരു എനർജി, ചിലവർ പറയാറുണ്ട് 1 സെക്ഷൻ എസ്പെഷ്യലി ലേഡീസ് ഒരു എനർജി ഒക്കെ തോന്നാറുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിലാണ് അതിന്റെ ചേഞ്ചസ് വരിക. അല്ലാതെ നമുക്ക് വെളുപ്പ് മാത്രമല്ല IV ഗ്ലൂട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ മാം. അപ്പൊ മാം ഞാനൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. കെയർ യുവർ സ്കിൻ എന്നാണ് സെഗ്മെന്റിന്റെ നെയിം. ഓക്കെ, സ്കിൻ കെയർ ആയി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപകമായ മിത്ത് എന്താണ്? ഇപ്പൊ റീസെന്റ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, സലേവ എടുത്തിട്ട് കാലത്തെ ഇങ്ങനെ പിമ്പിള് ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ മഹാ അബദ്ധങ്ങളാണ്. കാരണം അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ബാക്ടീരിയ നമുക്ക് കാലത്ത് എഴുന്നേറ്റ് വരുമ്പോഴല്ല നമ്മുടെ വായിലെ ബാക്ടീരിയ ഇതിനെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ കൺസെപ്റ്റ് അവർ പറയുന്നത്. പക്ഷെ ഇല്ല, അത് നമ്മുടെ ആക്നെ കൂട്ടുള്ളൂ. ആണോ? ഞാൻ എപ്പോ കുരു വന്നാലും അപ്പൊ ഞാൻ ഇതായിരിക്കും ചെയ്യുന്ന പ്രോസസ്. അപ്പൊ ആരും അത് ചെയ്യാതിരിക്കുക. ഓക്കെ. സ്കിൻ കെയർ എത്രത്തോളം എക്സ്പെൻസീവ് ആണോ അത്രത്തോളം ബെറ്റർ റിസൾട്ട് തരും എന്നത് ശരിയാണോ? ഇല്ല, ഒരിക്കലും അല്ല. അത് ഡിപ്പെൻസ് ആണ് അല്ലേ? ഓക്കെ. ഓയിലി സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ ഇടണ്ട എന്നൊരു ഫാക്റ്റ് ആണ്. ഇല്ല, ഓയിലി ആയിട്ടുള്ള ആൾക്കാരും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് അതിൻ്റെതായ രീതിയിലുള്ള. അതെ, മോയ്സ്ചറൈസർ ഈ ആക്നെക്കാർക്ക് അതിൻ്റെതായ കണ്ടൻസ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. ഡ്രൈ സ്കിന്നിന് അതിൻ്റെതായ കണ്ടന്റ്. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് അത് ആക്നെനെ നോക്കിയിട്ടോ ഡ്രൈ സ്കിൻ അതല്ല അതിന്റെ ബേസിക് കൺസെപ്റ്റ്. നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കുക. നമ്മുടെ സ്കിന്നിന് ഒരു എന്താ പറയാ റിങ്കിൾസ് ഒക്കെ വരാനുള്ള ഭാവിയിലേക്ക് ഫ്യൂച്ചറിൽ റിങ്കിൾസ് ഒക്കെ വരുന്നതിന്റെ മെയിൻ കാരണം സൺ എക്സ്പോഷറും പിന്നെ നമ്മുടെ നോർമൽ മോയ്സ്ചറൈസർ നഷ്ടപ്പെടുന്നത് ആവുന്നത് വഴിയാണ്. അതിനെ ഒന്ന്
റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. കുറച്ച് നാൾ അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം കണ്ടറിയാൻ ഈ പറ്റും. ചില ഓയിലി സ്കിന്നുകാർ പോയി ഡ്രൈ സ്കിൻകാരുടെ മോയ്സ്ചറൈസർ ആ, അപ്ലൈ, അത് കറക്റ്റ് ആണോ? അപ്പോൾ കുറച്ചും കൂടി പിമ്പിൾസ് കൂടും. ഓക്കെ. ചോക്ലേറ്റ്, സ്പൈസി ഫുഡ് ഇവയൊക്കെ മുഖക്കുരു ഉണ്ടാക്കുന്നതിന് കാരണങ്ങളാണ് തീർച്ചയായിട്ടും ആണല്ലേ? ഓക്കെ. ചോക്ലേറ്റ് ഭയങ്കര കാരണമാണോ? ചോക്ലേറ്റ്, സ്വീറ്റ്, അതാ പറഞ്ഞത്. ഈ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ഫെയർനെസ് ക്രീം സ്ഥിരം ഉപയോഗിച്ചാൽ സ്കിൻ കളർ എത്രത്തോളം ചേഞ്ച് ആവും? അത് ഡിപ്പെൻസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ. അത് പ്യുവർലി ഡിപ്പെൻസ് അപ്പോൺ ദ. Yeah. ഓക്കെ. ഒരേ സ്കിൻ കെയർ റുട്ടീൻ ഒരു വർഷത്തോളമൊക്കെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. തെറ്റില്ല. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ സ്കിന്നിന് അത് ആപ്റ്റ് ആണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. ലൈഫ് ഓക്കെ. ടൈം യു ക്യാൻ കണ്ടിന്യൂ. കണ്ടിന്യൂ. ഒരു തെറ്റുമില്ല. ഓക്കെ. ഈസ് ഇറ്റ് സേഫ് പോപ്പ് പിമ്പിൾസ് അറ്റ് ഹോം? ഇല്ല, വീട്ടിൽ തന്നെ ചെയ്യരുത്. നമ്മൾ ചെയ്യരുത്. എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരുന്ന അതിനകത്ത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് പൊട്ടിയിട്ട് പിഗ്മെന്റേഷൻ വരാൻ, കുറച്ചും കൂടി കുറച്ചും കൂടി ഡീപ്പ് സ്കാർസ് വരാനും കാരണം ചിലവരുണ്ട് മൈൻഡ് ആക്കാതിരുന്നാൽ മതി തന്നെത്താനെ പൊക്കോളൂ എന്ന്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? മൈൻഡ് ആക്കണ്ട. പിന്നെ അത് കുറച്ച് വൾഗറായി തുടങ്ങി കഴിഞ്ഞാൽ മൈൻഡ് മൈൻഡ് ആക്കണം. ഓക്കെ. അല്ലാതെ തന്നെ തന്നെത്താനെ പൊക്കോളൂ. പിമ്പിൾസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ ലെമൺ, ബേക്കിംഗ് സോഡ, ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ ഹോം റെമഡീസ് ഹെൽപ്പ് ചെയ്യുമോ? ഷോ ഇല്ല. അതൊക്കെ വാരി വലിച്ച് തേക്കരുതിട്ടാ പിമ്പിൾസ് വരുമ്പോ. അതെ. ലെമണും ബേക്കിംഗ് സോഡ, ടൂത്ത് പേസ്റ്റ് ഒക്കെ ആരെങ്കിലും തേക്കോ? ടൂത്ത് പേസ്റ്റ് ഒക്കെ ഈ സലവയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ബേൺ ചെയ്യുമ്പത്തിന് സ്കിന്നിൽ പറയില്ലേ ഇങ്ങനെ ടൂത്ത് പേസ്റ്റ്, അത് സത്യമാണോ? അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെ തേക്കരുത്. ശരിക്കും നമ്മള് മെഡിക്കലി അത് തേക്കാൻ പാടില്ല. തേക്കാൻ പിന്നെ പാടില്ല. ചില ആളുകൾ പറയാ തേച്ചപ്പോ പൊള്ളല, അതിനൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, ഓക്കെ. അതുകൊണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ ഓക്കെ. മാഗ്നീഷ്യം സൾഫേറ്റ് പോലെ കണ്ടൻസ് ചില ടൂത്ത് പേസ്റ്റിലൊക്കെ ഉണ്ട്. ഉണ്ട്. ചിലപ്പോ ഓക്കെ. അതുകൊണ്ട് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഓക്കെ. അങ്ങനെ പറയുന്നത്. പക്ഷെ ഓക്കെ. ഐഡിയലി നമുക്ക് അത് എന്താണ് അതിനകത്തുള്ള കണ്ടൻസ് എന്ന് അറിയാത്തതുകൊണ്ട് അത് തേക്കാതിരിക്കും. തേക്കാതിരിക്കും. ഓക്കെ. സ്ട്രെസ് സ്കിൻ കെയറിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും സ്ട്രെസ് ഒരു മെയിൻ ഫാക്ടറാണ്. ഫാക്ടറാണ്. സ്ട്രെസ് ഇല്ലാതിരുന്നാൽ നമുക്ക് സ്കിൻ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നാലും ചെയ്യണം. ഡാർക്ക് സർക്കിൾസ് നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. എന്താന്ന് വെച്ചാല് ഈ ഡാർക്ക് സർക്കിൾ പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഓക്കെ. ചിലപ്പോ ഈ സ്ട്രെസ് കാരണം വരാം. പിന്നെ ചില ആളുകൾക്ക് കണ്ണിന്റെ കാഴ്ചക്കുറവ് തന്നെ ഈ ഡാർക്ക് സർക്കിളിന് ഒരു കാരണമാണ്. കാരണം ഓക്കെ. സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ വായിക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. പ്രശ്നം. പിന്നെ ഇങ്ങനെ നമ്മൾ എപ്പോഴും റബ്ബ് ചെയ്യുന്നത് ഈ ഫ്രിക്ഷൻ കാരണം വരും. പിന്നെ ഓക്കെ. ചില ആൾക്ക് കുറച്ച് ഇങ്ങനെ കുറച്ച് ഡെപ്ത്, ഒരു ഹോളോനെസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഷാഡോ ആയിട്ട് നമുക്ക് ഈ ഒരു, അപ്പൊ നമ്മൾ ഈ ഡാർക്ക് സർക്കിളിന് വേണ്ടി ട്രീറ്റ് ചെയ്താലും ഇത് കുറയാതെ ആ ഒരു ഷാഡോ വന്നിട്ട് പിന്നെയും ഡാർക്ക് ആയിട്ട് ഡാർക്കായി തോന്നും. പോവും. അപ്പൊ ഓക്കെ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫില്ലർ യൂസ് ചെയ്യേണ്ടി വരും. യൂസ് ചെയ്യണം. അല്ലാതെ അണ്ടർ ഐ ക്രീമും കൊണ്ടൊന്നും അങ്ങനെ ഇല്ല. പിന്നെ കുറയത്തില്ല. ഇതിന്റെ കാരണങ്ങൾ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. ഓക്കെ. ആ കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് എടുത്ത്, ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളോട് ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കണ്ട, ഡാർക്ക് സർക്കിൾ ട്രീറ്റ് ചെയ്തോണ്ടിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നടക്കില്ല. അതുകൊണ്ട് ഓക്കെ. നമുക്ക് 100% അത് ക്യൂർ ചെയ്യാൻ ക്യൂർ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ഇപ്പൊ ബോട്ടോസ്, പില്ലേഴ്സ്, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യാണ്. ഇസ് ദർ ഇസ് എനി സൈഡ് എഫക്ട്? പലരും പറയുന്നുണ്ട് സൈഡ് എഫക്ട് വരും, കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ ക്യാൻസർ വരും, അത് വരും, ലിവർ അടിച്ചു പോവും, കിഡ്നി അടിച്ചു പോവും എന്നൊക്കെ ഇങ്ങനെ കേട്ട് കേൾവിയാണ്. അതിലെന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? കിഡ്നി അടിച്ചു പോകുന്നുള്ളത് അതിൽ സത്യമുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ പ്രോഡക്റ്റിനകത്ത് സ്റ്റിറോയിഡ് കണ്ടന്റ്, മെർക്കുറി, ലെഡ്, ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ഒരുപാടുള്ള, നമുക്ക് അൺനോൺ ആയിട്ടുള്ള എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് അറിയാത്ത പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കിഡ്നി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ പോയി കണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ പോയി കണ്ടിട്ട് ആ ഡോക്ടർ പറയുന്നത് വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. യെസ്. ചിലപ്പോൾ നമ്മൾ തരുന്ന ക്രീംസിൽ തന്നെ ചിലപ്പോൾ പെർസെൻറ്റേജ് ചെയ്തില്ല. പക്ഷെ നമ്മളോട് കമ്പനി പറയും ഇത്ര പെർസെൻറ്റേജ് അതിനകത്ത് ഉണ്ട്. ഓക്കെ. അപ്പൊ അത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് ഒരു അഡ്വൈസ് അനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ. യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കിഡ്നി, ഇപ്പൊ പാരസെറ്റമോൾ കഴിച്ചാൽ എല്ലാവരും പറയും ലിവർ പോവും, ലിവർ അതെ, അതെ, പോകുന്നു. അതെ. പക്ഷെ പാരസെറ്റമോൾ കഴിക്കേണ്ട രീതിയിൽ, കഴിക്കേണ്ട ഡോസിൽ വേണം കഴിക്കാനായിട്ട്. കഴിക്കാനായിട്ട്. അല്ലാതെ നമുക്ക് എന്ത് വേദന വരുമ്പോഴോ മിക്കവരും മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചിരിക്കും, ചേട്ടാ തലവേദനയുണ്ട്, അതിന്റെ കൂടെ കോൾഡും ഉണ്ട്, എന്തെങ്കിലും ഒരു മെഡിസിൻ തരാമോ? ഞാൻ പല പ്രാവശ്യം മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കാറുണ്ട്, അവിടുത്തെ ചേട്ടൻ എടുത്ത് കൊടുക്കാറുണ്ട് മെഡിസിൻസ്. അപ്പൊ അങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴും അങ്ങനെ ഉപയോഗിക്കുമ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വാങ്ങിച്ച് തേക്കുന്ന, ഇപ്പൊ താങ്കൾ ഒരു ക്രീം വാങ്ങിച്ച് തേച്ചു, അതിന് താങ്കൾക്ക് അലർജി ഉണ്ടോ എന്നുള്ളത്
ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കറിയില്ല. ഓക്കെ. നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്കറിയാം ഇത് നമുക്ക് ചേരുന്നതല്ല. പക്ഷെ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചാൾ അപ്ലൈ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, ആക്നെ വരും, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. ഇപ്പം സൺസ്ക്രീൻ ഇല്ലേ, ഇപ്പൊ ചിലവർ 3 ഫിംഗർ ഇങ്ങനെ അപ്ലൈ ചെയ്യണം, ഇങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 2 ഫിംഗർ, ചിലവർ ഇങ്ങനെ കുത്തിയിട്ട് തിരക്ക് ഏതാ കറക്റ്റ് രീതി അപ്ലൈ ചെയ്യേണ്ടത്? ഈ 3 ഫിംഗർ ഒക്കെ എടുത്താൽ തീർന്നു പോകത്തില്ലേ? നല്ല കോസ്റ്റ്ലി സൺസ്ക്രീൻ ആണ് മേടിക്കുന്നെങ്കിൽ. ശരിക്കും പറഞ്ഞാലേ ഈ സൺസ്ക്രീനിന് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തുടങ്ങി ഡോക്ടേഴ്സ് മുതൽ പറയുന്നതാണ് ഈ വിരൽ എന്നൊക്കെ. ശരിക്കും നിങ്ങൾ അത്രയൊന്നും അപ്ലൈ ചെയ്യണ്ട. കാരണം ഇപ്പൊ നമ്മൾ പുറത്തു പോകുന്ന ഒരാളാണെങ്കിൽ ഇത്ര അപ്ലൈ ചെയ്യാം. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ റീആപ്ലിക്കേഷൻ ചെയ്യുക. ആ റീആപ്ലിക്കേഷനിലാണ് കാര്യം. ഇപ്പൊ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ ആ പ്രൊട്ടക്ഷൻ ഒരു ടൈം ഉണ്ട്. ഒരു 4 hours കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യാം. അല്ലാതെ ഇത്ര എടുത്ത് തേച്ചിട്ട് പിന്നെ അത് കുറെ വൈകുന്നേരം വരെ അത് ഇട്ടിട്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ അത്രയൊന്നും പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ട്യൂബ് ഇത്ര ഉണ്ടാവുള്ളൂ. ഒരു 3 ദിവസം യൂസ് ചെയ്യാൻ അത് ഉണ്ടാവുള്ളൂ. അത്രയും വേണ്ട. അതിന്റെ പകുതി എടുത്ത് യൂസ് ചെയ്യുക. പക്ഷെ റീആപ്ലിക്കേഷന് മാക്സിമം ശ്രമിക്കാം. റീആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ സ്പ്രേ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ കിട്ടും. അത് പോക്കറ്റിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താലും മതി. ലാസ്റ്റ് ആയിട്ട് എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫിലിം നടിയാകുക, ഒരു ആക്ട്രസ് ആകുക, ഫിലിം സ്റ്റാർ ആകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെളുപ്പ് അല്ലെങ്കിൽ ഭംഗി നിർബന്ധമായിരുന്നു. പക്ഷെ ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രി തന്നെ ആ ഒരു വ്യത്യാസം വന്നേക്കാണ്. ആക്ടിങ് ആണ്, അഭിനയിക്കാൻ അറിയെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. സൗന്ദര്യത്തിനൊക്കെ സീറോ സ്പേസ് ആണ് ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും നോക്കിയെടുത്തത്. ഇപ്പൊ നമ്മൾ എന്റെ ഗ്ലാമറസ് വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇൻഡസ്ട്രീസ് വരെ അതൊക്കെ മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സൗന്ദര്യം? വെളുപ്പാണോ സൗന്ദര്യം? അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പെണ്ണിനെ കാണാൻ എന്ത് സുന്ദരി, അല്ലെങ്കിൽ ചെക്കനെ കാണാൻ എന്താ ഭംഗി, അതാണോ യഥാർത്ഥത്തെ സൗന്ദര്യം? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഫിലിമിലാണെങ്കിൽ സൗന്ദര്യമല്ല, അഭിനയമാണ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നമ്മള് ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം അഭിനയം. ഇപ്പൊ വാഴ പോലത്തുള്ള മൂവീസ് ഒക്കെ ഇത്ര ഹിറ്റ് ആവാൻ കാരണം അതിന്റെ കഥ വളരെ നിസാരമായ കഥയായിരിക്കും, പക്ഷെ അവരുടെ ആ വേ ഓഫ് ആക്ടിങ് അതാണ് ആ പടം ഹിറ്റ് ആവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ പറയും, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ദ വേ ഓഫ് ടോക്കിംഗ്, അതിനാണ് നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്നത്. അതിലാണ് സൗന്ദര്യവും വരുന്നത്. പിന്നെ ആസ് എ കോസ്മെറ്റോളജിസ്റ്റ് എന്ന രീതിയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നല്ലൊരു ക്ലിയർ സ്കിന്നുള്ള ആളാണ് ഏറ്റവും സൗന്ദര്യത്തിന് ഉടമ. അതായത് സ്കിന്ന് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നോട്ട് അക്കോർഡിംഗ് ടു ദ കളർ. കളർ ഒരു വിഷയമേ അല്ല. ഒരു പല കുട്ടികളും ടീനേജേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഗ്ലൂട്ട് ഇടണം, എനിക്ക് കളർ കുറച്ച് കുറവാണ്, പക്ഷെ നല്ല സ്കിന്നായിരിക്കും അവരുടെ. ഞാൻ ആ കുട്ടികളോട് ചോദിക്കും, എന്തിനാണ് ഗ്ലൂട്ട് ഇടുന്നത്, എന്തിനാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്കിന്ന് നല്ല അടിപൊളി സ്കിന്നാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് സ്കിന്ന്, അതായത് കളർ വേണം. പക്ഷെ കളറിലല്ല, നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. സ്കിന്നിലാണ് ഇമ്പോർട്ടന്റ് അല്ലേ? ക്ലിയർ സ്കിന്നായിരിക്കണം. അതാണെങ്കിൽ ഇത് കളർ ഒരു മാറ്ററേ അല്ല. അതൊക്കെ പണ്ട് കാലം മാറി. ഡെർമറ്റോളജിസ്റ്റ്, കോസ്മെറ്റോളജിസ്റ്റ്, അപ്പൊ ഈ 2 വാക്കുകൾ നമുക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ട് കേട്ടിട്ടുള്ള വാക്കാണ്. ഇത് രണ്ടും സെയിം ആണോ, അല്ല ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? അപ്പൊ ആരെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത്? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്സി നടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത്. ഡെർമറ്റോളജി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് PG MD ചെയ്യുന്ന ആൾക്കാരാണ് സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കിന്നിലെ ഡിസീസസ് ആണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്. ഇപ്പൊ സോറിയാസിസ്, വിറ്റിലിഗോ അങ്ങനെയുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ ഒരു പിഗ്മെന്റേഷൻസ് വന്നു, കുറെ വർഷങ്ങളായിട്ടുണ്ട്, അത് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്ത് യു ഹാവ് ടു ഗോ ടു ഡെർമറ്റോളജിസ്റ്റ്. കാരണം ട്രീറ്റ്മെന്റ് സ്കിന്നിന്റെ ഡിസീസസ് ആണ് ഡെർമറ്റോളജിസ്റ്റുമാർ ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു വിഭാഗമാണ്. നമ്മൾ സൗന്ദര്യത്തെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ. നമ്മൾ കൂടുതലായിട്ട് ലേസേഴ്സിനെ കുറിച്ചും പിന്നെ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ഇതിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരു കോഴ്സ് ചെയ്ത് നമ്മൾ ട്രെയിനിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരാണ്. അപ്പോൾ ഈ സൗന്ദര്യ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും
കോസ്മെറ്റോളജിസ്റ്റ് സമീപിക്കാം. ഓക്കെ ഡോക്ടർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കാരണം എൻ്റെ മനസ്സിലും ഞാൻ കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. നല്ലൊരു കോൺവെർസേഷൻ. ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എനിക്ക് തോന്നി ഏകദേശമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ രൂപമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റായിട്ട് ഒരു വൺ വേർഡ് ആൻസർ പറയണേ. കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, ഏത് സ്കിന്നുള്ളവരായിരിക്കും കുറച്ചെങ്കിലും ഒരു ബ്ലെസ്ഡ് എന്ന് പറയാൻ? ട്രീറ്റ്മെന്റ്സ് ഒന്നും നോക്കണ്ട, സ്കിന്നിന്റെ ഈ കോമ്പിനേഷൻസ് മാത്രം നോക്കിയാൽ മതി. കോമ്പിനേഷൻ അവർക്കാണ് തലവേദന ഒക്കെ കുറച്ച് കുറവുള്ളത് അല്ലേ? ഓക്കെ, കോമ്പിനേഷൻ സ്കിന്നുകാരെല്ലാവരും കമന്റ് ബിലോ. ഓക്കെ, അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയാവട്ടെ. താങ്ക് യു.